മത്തായിയുടെ സുവിശേഷം 3:16. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. കര ഉയർത്തി നല്ലൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഇവിടെ പറയുന്നു, യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വരുന്ന അവൻ കണ്ടു. എന്തുവാണോ പറഞ്ഞത്? പ്രാവ് എന്ന പോലെ, പ്രാവ് ഇറങ്ങി എന്നല്ല പറയുന്നത്, പ്രാവ് എന്ന പോലെ ഒരു ഉപമയാണ് കേട്ടോ. ഈ റോഡിൽ പോകുന്ന പ്രാവിനെ കാണുമ്പോൾ അയ്യോ പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ആരും തൊഴാനൊന്നും പോകണ്ട, അതൊരു ഉപമയാണ്. പ്രാവ് എന്ന പോലെ യേശു യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ വാതിലാകുന്നു. അതിൻ്റെ അർത്ഥം തേക്കുകൊണ്ട് ഉണ്ടാക്കിയ വാതിലെന്നാണോ എൻ്റെ അർത്ഥം? അതൊരു ഉപമയാണ്. അപ്പോൾ ഇവിടെ പറയുന്നു, പ്രാവ് എന്ന പോലെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. വാക്യം 17, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. അങ്ങനെ സ്നാനപ്പെട്ട് കരക്കേറിയപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൻ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ശബ്ദമുണ്ടായി. സ്തോത്രം. ഇതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. പുത്രൻ എന്ന പദവിയിൽ നിന്ന് പ്രിയപുത്രൻ എന്ന പദവിയിലോട്ട് യേശു കർത്താവ് ഉയർത്തപ്പെട്ടു. മനസ്സിലായില്ല ഞാൻ പറഞ്ഞതല്ലേ? അന്ന് വരെ 30 വയസ്സ് വരെ യേശു കർത്താവ് പുത്രനായിരുന്നു. എന്നാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ തമ്പുരാൻ പറയുകയാണ്, ഇന്നു മുതൽ ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്. അങ്ങനെയെങ്കിൽ സ്നാനപ്പെട്ട് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ പുത്രനും പ്രിയപുത്രിമാരുമാണ്. ഇതെന്ന് പലർക്കും അറിയത്തില്ല. സ്നാനപ്പെട്ടിട്ട് ഞാൻ എൻ്റെ പദവി മാറി, എൻ്റെ പൊസിഷൻ മാറി എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഇപ്പോഴും ഈ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന ആമ്പൽ പോലെ അങ്ങ് പോവുകയാണ്. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ പ്രിയ പുത്രനാണെന്നുള്ള കാര്യം നിങ്ങൾ ഇന്ന് പാൽക്കാലം ഓർമ്മിപ്പിക്കുക. എൻ്റെ സബ്ജക്റ്റ് ഇതല്ല, പക്ഷേ ഞാൻ പ്രസംഗിക്കുന്നതിന് മുമ്പ് പറയാതെ എനിക്ക് പ്രസംഗിക്കാൻ പറ്റാത്തതുകൊണ്ടത് പറയുകയാണ്. ഒരു മനുഷ്യൻ സ്നാനപ്പെടുമ്പോൾ അവൻ്റെ പദവി മാറുന്നു, അവൻ പ്രിയപുത്രനായി മാറുന്നു. ഇതൊരു വലിയ അംഗീകാരമാണ്. എന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്നാനപ്പെടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്നാനപ്പെട്ട് കർത്താവിൻ്റെ പ്രിയ മകനും പ്രിയ മകളും ആകണം. ഇതിനകത്തൊക്കെ മറ്റു ഓപ്ഷനൊന്നുമില്ല കേട്ടോ, മറ്റു യാതൊരു ഓപ്ഷനുമില്ല. പ്രിയമകളാകുവാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, പ്രിയമകനാകുവാൻ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുക. സ്തോത്രം. എന്നിട്ട് പറയുന്നു, ശബ്ദമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രസാദം ഒരുവൻ്റെ മുകളിൽ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്നാനപ്പെട്ടേ മതിയാവും. അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചിന്തയില്ല. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് തർക്കിക്കാൻ യാതൊരു വഴിയില്ല. ഞാൻ സംസാരിക്കുന്ന വചനമാണ്. വചനം പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. 30 വയസ്സ് വരെ ദൈവപ്രസാദം വീഴാത്ത യേശു കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ തമ്പുരാൻ്റെ പ്രസാദം അവൻ്റെ മുകളിൽ വീണു. അങ്ങനെയെങ്കിൽ നിങ്ങൾ അറിയാത്തൊരു സംഭവം ഞാൻ പറയാം. നീ എപ്പോൾ സ്നാനപ്പെട്ടോ അപ്പോൾ നിന്റെ മുകളിൽ ദൈവപ്രസാദം വീണിട്ടുണ്ട്. കമോൺ, കരങ്ങളടിച്ച് നല്ലപോലെ ദൈവത്തിന് മാറ്റം കൊടുക്കുക. നിങ്ങൾ വെറുതെക്കാരെ പോലെ ഇരിക്കരുത്. സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. അതിൻ്റെ ഒരു ഗമയുണ്ടാകട്ടെ ഇതിൻ്റെ ആരാധനയ്ക്ക്. സ്തോത്രം. അപ്പോൾ സ്നാനപ്പെട്ട് കരക്കേറിയപ്പോൾ അവൻ്റെ പ്രസാദം, ദൈവപ്രസാദം നിൻ്റെ മുകളിൽ വീണു. സ്തോത്രം. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ആർക്കും വേണ്ടാതെ അടിയും പിടിയും ബഹളമായിട്ട് നടന്ന എന്നെ ദൈവത്തിൻ്റെ പ്രിയപുത്രനാക്കുക മാത്രമല്ല, അവൻ്റെ പ്രസാദ വർഷം കൂടെ എൻ്റെ മുകളിൽ പറന്നു വന്നു. പ്രൈസ് ദി ലോർഡ്. അതൊരു വലിയ സന്തോഷമല്ലേ? അതൊരു വലിയൊരു അംഗീകാരമല്ലേ? എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ എന്നെ അംഗീകരിക്കത്തില്ലായിരിക്കാം, പക്ഷേ സ്വർഗം എന്നെ അംഗീകരിച്ചു. ആ അംഗീകാരം എനിക്ക് കിട്ടിയത് സ്നാനത്തിൽ കൂടിയാണ്. അതിൻ്റെ അർത്ഥം, സ്നാനപ്പെടാത്ത നിനക്ക് സ്വർഗത്തിൻ്റെ പ്രിയപുത്രൻ എന്നൊരു അംഗീകാരം നിനക്ക് കിട്ടത്തില്ല, ദൈവത്തിൻ്റെ പ്രസാദം നിനക്ക് കിട്ടത്തില്ലെന്ന് ഇപ്പം കേൾക്കുന്ന ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. അത് അങ്ങനെ തന്നാണ്. വചനം സത്യമാണെങ്കിൽ ഇത് സത്യമാണ്. സ്നാനപ്പെടാത്ത ഒരുവൻ്റെ മുകളിൽ ദൈവപ്രസാദം ഉണ്ടാകത്തില്ല. അപ്പോൾ സ്നാനപ്പെട്ടവരെന്താണ് അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്നത്? അത് ഇതുവരെയായിട്ട് നിനക്കത് മനസ്സിലാകാഞ്ഞിട്ടാ, ഇതുവരെയായിട്ട് നിനക്ക് ആ സത്യം വെളിപ്പെട്ട് വരാഞ്ഞിട്ടാ. എന്നോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴത്തിൽ സംസാരിക്കുകയാണ്. അങ്ങനെ ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് പാൽക്കാലം അറിഞ്ഞോണം. നീ ഒരു സാധാരണ വ്യക്തിയല്ല, സ്വർഗത്തിൻ്റെ പ്രൊഡക്റ്റാണ്. ഇതാരോട് പറയാനാ? കരമടിച്ചെന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. സാധാരണ വിളിച്ചു പറയുന്ന ഒരു കടങ്കഥയല്ല സ്നാനം, അത് സ്വർഗത്തിൻ്റെ നീതിയാണെന്നൊരു ബോധ്യത ഇന്ന് പാൽക്കാലം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇനി എൻ്റെ സത്യത്തിലൂടെ ഞാൻ കടന്നു വരട്ടെ. മത്തായിയുടെ സുവിശേഷം 4:1. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി.
എന്താണ് അനന്തരം? അതിനോടാണ് മുകളിലത്തെ കാര്യങ്ങൾ വിശദീകരിച്ചത്. ഈ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തൻ്റെ പ്രിയപുത്രനുള്ള അംഗീകാരം കിട്ടിയ, അഭിഷേകം കിട്ടിയപ്പോൾ അനന്തരം അതിനുശേഷം എന്തു പറ്റി? പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ മരുഭൂമിയിലോട്ട് നടത്തി. യേശുവിനെ മരുഭൂമിയിലോട്ട് കൊണ്ടുപോയത് ആരാണ്? പിശാചാണോ? നിങ്ങളൊന്ന് കേട്ടെ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് അവനെ മരുഭൂമിയിലോട്ട് നടത്തി. ഹോ, പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലോട്ട് നടത്തി. ഒന്ന് കയറി വന്ന് എൻ്റെ കൂടെ വെറുതെ ഇരിക്കാതെ. റമന ശബരബലബ. സ്നാനപ്പെട്ട കുഞ്ഞെ, നീ ഒരു പ്രശ്നത്തിനകത്ത് കിടക്കുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദി പരിശുദ്ധാത്മാവാണ്. നീ ഇന്നൊരു കയ്പിന്റെ അനുഭവത്തിലാണെങ്കിൽ ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു കാര്യം പറയാം. ആ കയ്പിന്റെ അനുഭവം ഉണ്ടാക്കിയത് പിശാചല്ല, നിന്റെ അകത്ത് വന്ന പരിശുദ്ധാത്മാവാണ്. സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ അവൻ്റെ അകത്ത് വന്ന ആത്മാവ്, പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലോട്ട് നടത്തി. സ്തോത്രം. ഇന്ന് സ്നാനപ്പെട്ടവൻ്റെ ജീവിതത്തിൽ മുഴുനീളം പ്രശ്നമാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ആ പ്രശ്നത്തിൻ്റെ അകത്തുനിന്ന് പുറത്തെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിലുണ്ടെന്നുള്ള ആഴമായ ഒരു സത്യത്തിലോട്ട് നിങ്ങളൊന്ന് ഇറങ്ങി നിൽക്കുവാൻ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് പ്രബോധിപ്പിക്കുകയാണ്. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്നാനപ്പെട്ട നിന്റെ ജീവിതത്തിൽ ഒരു മാലയിൽ കോർത്ത മുത്തുപോലെ പ്രശ്നങ്ങൾ ഒന്നിൻ്റെ പുറകെ ഒന്നാണോ? കടഭാരമായിരിക്കാം, സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, ബിസിനസ് ആയിരിക്കാം, കുടുംബത്തിൻ്റെ അകത്തെ പ്രശ്നമായിരിക്കാം. അങ്ങനെ പലതരം പ്രശ്നത്തിൻ്റെ അകത്ത് കുടുങ്ങിക്കിടക്കുന്ന കുടുംബമേ, നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് സമാധാനമില്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായ ഒരു ചിന്ത എന്നോട് പറയുകയാണ്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ നിന്നെയും നിന്റെ കുടുംബത്തെയോ അവൻ മരുഭൂമിയിലോട്ട് നടത്തുന്നെന്നുള്ള ഈ ഒരു സത്യം ഇന്ന് പൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. നിങ്ങൾ മനസ്സിലാക്കണമേ. എന്നെ ശ്രദ്ധിക്കുക. ആരാധിക്കുന്നവർ ആരാധിക്കട്ടെ. എന്നെ ശ്രദ്ധിക്കേ. സ്നാനപ്പെട്ട നീ ഒരു സാധാരണ മനുഷ്യനല്ല എന്നാദ്യം ഒരു ബോധ്യത കൊണ്ടുവന്നാട്ട്. സ്നാനപ്പെട്ട എന്നെ നിയന്ത്രിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്നുള്ളൊരു ബോധ്യത ഉണ്ടാകട്ടെ. സ്നാനപ്പെടുന്നതിന് മുമ്പ് നിന്റെ നിയന്ത്രണം അത് പിശാചിനാലായിരുന്നെങ്കിൽ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ ആ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഏറ്റെടുത്ത നിന്റെ ജീവിതം 100% ഓക്കെ ആയി പോകുമെന്ന് ചിന്തിക്കരുതെന്ന് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. ഈ അകത്ത് വന്ന പരിശുദ്ധാത്മാവ് നിന്നെ പരീക്ഷിക്കുവാൻ സാത്താന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് നിന്നെ പിടിച്ചു മാറ്റുവാൻ ആത്മാവിന് മനസ്സുണ്ട്. ഇന്ന് ആരാധിക്കുന്ന നിന്നെ ശത്രുവിന്റെ കടിക്കാത്തുനിന്ന് പുറത്തെടുക്കുവാൻ ആ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് റെഡിയായി വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവ് 30 വർഷം ഭൂമിയിൽ ജീവിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു, ആർക്കും ഒരു പ്രശ്നവും യേശുവിനോടില്ലായിരുന്നു. സ്നാനപ്പെട്ട് കരക്കേറിയപ്പോൾ ആ പരീക്ഷണങ്ങൾ തുടങ്ങി. ഞാൻ സ്നാനപ്പെട്ട് കരക്കേറിയപ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണം, എൻ്റെ വീട് ജപ്തിക്ക് പോകുവാൻ സമയമായി. എൻ്റെ വീട് ജപ്തി ചെയ്യാൻ 3 പ്രാവശ്യം ഫെഡറൽ ബാങ്കുകാർ കയറി വന്നു. സ്നാനപ്പെട്ടതിൻ്റെ നെക്സ്റ്റ് വീക്കിൽ സംഭവിച്ചതാണ്. എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ പറഞ്ഞു, ജോൺ ബ്രദർ ഔട്ടായി, അവൻ പെട്ടെന്ന് പഴയ ജീവിതത്തിലോട്ട് കടന്നു പോകും. കാരണം സ്നാനപ്പെട്ടപ്പോൾ എല്ലാം നടന്നു എന്നാണ് പലരും സ്നാനപ്പെടുമ്പോൾ വിശ്വസിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ എൻ്റെ സാക്ഷ്യം പറയുന്നു, സ്നാനത്തോടുകൂടി ഒന്നും സംഭവിക്കുന്നില്ല എന്നൊരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നീ ദൈവത്തിൻ്റെ പ്രിയ മകനും പ്രിയ മകളുമാകുന്നുള്ള ഒരു വലിയ സത്യം അവിടെ നിലനിൽക്കെ. ഒരു കാര്യം ഞാൻ പറയട്ടെ, നിനക്ക് 2 നില വീട് കിട്ടണമെന്ന്, BMW കാറ് കിട്ടുമെന്ന് സ്നാനപ്പെട്ടതിന് ശേഷം പരിശുദ്ധാത്മാവ് അത് ചെയ്തു തരുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും സ്നാനപ്പെടുവാൻ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ നിന്റെ സ്നാനത്തിനെ ഞാൻ ബ്ലോക്ക് ചെയ്യുക.
സ്നാനം അത് സ്വർഗത്തിന്റെ നീതിയാണ്. അത് ദൈവത്തിന്റെ പ്രിയ മകനും മകളുമാകാനുള്ള ഒരൊറ്റ വഴിയാണ് സ്നാനം, അല്ലാതെ സമ്പന്നനാകാനുള്ള വഴിയല്ല. അടുത്തിരിക്കുന്നോട് പറ, സ്നാനപ്പെട്ടത് കൊണ്ട് നിന്റെ കടഭാരം മാറുമെന്ന് ആരും വിചാരിക്കണ്ട. ആമേൻ. പറഞ്ഞോ? മനസ്സിലായോ? സ്തോത്രം. അപ്പൊ 30 വയസ്സ് വരെ കുഴപ്പമില്ലാതിരുന്ന യേശു കർത്താവ് സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതാണ്ട് മരുഭൂമിയിലോട്ട് ഒരൊറ്റ കൊണ്ടുപോക്കല. ഇല്ലാത്ത പരീക്ഷണങ്ങൾ മുഴുവനും യേശുവിൻ്റെ മുകളിൽ. ഞാനത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ പ്രശ്നത്തിൻ്റെ അകത്ത് കൊണ്ടിട്ടിട്ട് പരിശുദ്ധാത്മാവ് അങ്ങ് നടന്നു പോയില്ല. പരിശുദ്ധാത്മാവ് യേശുവിനെ ഒരു പ്രശ്നത്തിൻ്റെ അകത്ത് തള്ളിയിട്ടിട്ട് ആ മരുഭൂമി വിട്ടുപോയില്ല, കൂടെ നിന്നു. അടുത്തിരിക്കുന്നതോട് പറ, കൂടെ വന്ന പരിശുദ്ധാത്മാവ് കൂടെ നിൽക്കുമെന്ന് പറ. സ്തോത്രം. ഇന്ന് നീ അനുഭവിക്കുന്ന വിഷയം എത്ര വലുതാണെങ്കിലും ഞാൻ ഇവിടെ നിന്റെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളത്തിൽ ഉള്ളിടത്തോളം കാലം ആ വിഷയത്തിനകത്ത് നീ പട്ടുപോകത്തില്ല. ആ വിഷയത്തിനകത്ത് നിന്റെ വീട് ജപ്തിയാകത്തില്ല. ആ വിഷയത്തിൻ്റെ അകത്ത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഭിന്നിച്ചു പോകത്തില്ല. ആ വിഷയത്തിൻ്റെ പോലെ ഡിവേഴ്സ് നടക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? നിന്നെ ഇന്ന് പരീക്ഷിക്കുന്നത് പിശാചല്ല. നിന്നെ ഇന്ന് പരീക്ഷിക്കുന്നത് നിന്റെ അകത്ത് വന്ന ആത്മാവാണ്. അതുകൊണ്ട് നിന്റെ കുടുംബം തകരുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. നിന്റെ ബിസിനസ് തകരുവാൻ എന്റെ സ്വർഗം അനുവദിക്കത്തില്ല. ഒരു ക്യാൻസർ വന്ന് മരിച്ചു പോകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. വാക്യം 3, നീ ദൈവപുത്രനെങ്കിൽ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. നമ്മളായിരുന്നെങ്കിലോ? ഈ ചോദ്യം സാത്താൻ നമ്മളോട് ചോദിച്ചാണെങ്കിൽ നമ്മൾ ഒരു ഭയങ്കര സീനൊക്കെ അവിടെ ഉണ്ടാക്കിയാനേ അല്ലേ? റീബാ ബാബ ശാന്തര, യേശുവിൻ്റെ നാമത്തിൽ അപ്പം കല്ല് അപ്പമാകട്ടെ, 5000 വരട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അകത്തെ അഭിഷേകത്തെ പുറത്തെടുത്തിട്ട് ഒരു സീനൊക്കെ ഉണ്ടാക്കി ഒരു വലിയ ഹീറോ ആയേനെ. പക്ഷേ എൻ്റെ യേശു ഹീറോ ആകാൻ ശ്രമിച്ചില്ല. രാമയും പറഞ്ഞാട്ടെ, അഭിഷേകമുള്ളവൻ അനാവശ്യ മണ്ഡലങ്ങളെ ഹീറോ ആകത്തില്ല. അഭിഷേകമുള്ളവൻ ലാസറിന്റെ കല്ലറയുടെ മുമ്പേ അവൻ ഹീറോ ആകും. ആരോട് പറയാനാ? ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? ആരോടാ ഇതൊക്കെ ഞാൻ പറയുന്നേ? അഭിഷേകമുള്ളവൻ 5 അപ്പം കൊണ്ട് 5000 പേർക്ക് നിറച്ച് 12 കൊട്ട എടുപ്പിക്കുന്നവനാ. അപ്പോ യേശു കർത്താവ് ഹീറോ ആകാനൊന്നും ശ്രമിച്ചില്ല. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. എന്താണ്? വാക്യം 4, അതിന് അവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നെന്ന് ഉത്തരം പറഞ്ഞു. വളരെ സിമ്പിൾ. ചോദിച്ച ചോദ്യത്തിന് കല്ലിനെ അപ്പമാക്കി കൊടുത്തില്ല. അവൻ പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല. സ്തോത്രം. ഇവിടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ പിശാചിന്റെ ബുദ്ധിയിൽ അവൻ മനസ്സിലാക്കിയത് മനുഷ്യൻ അപ്പം കൊണ്ടാ ജീവിക്കുന്നതെന്നാ. എന്നാൽ ആത്മാവുള്ള യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ട് ജീവിക്കുന്ന ആത്മീക മനുഷ്യർ ഈ ഭൂമിയിലുണ്ടെന്ന്. അങ്ങനെ ഒരു വലിയ പാഠം എന്റെ യേശു സാത്താനെ പഠിപ്പിച്ചു. സാവധാനത്തിൽ പറയാം. യേശു പറയുകയാണ്, എടാ പിശാചേ, നിന്റെ ചിന്തയിൽ മനുഷ്യന്റെ ജീവിതം അപ്പത്തിലായിരിക്കുന്നേ. പക്ഷേ അഭിഷേകം പ്രാപിച്ച ആത്മാവിൽ നടക്കുന്നവൻ ജീവിക്കുന്നത് എൻ്റെ വായിൽ നിന്ന് വരുന്ന അപ്പം കൊണ്ട്. സ്തോത്രം. അങ്ങനെ ഒരു കൂട്ടം ഈ ഉലകത്തിലുണ്ടെന്ന് സാത്താനെ പഠിപ്പിച്ചത് യേശുവാ. ഒരു പരീക്ഷണത്തിന്റെ മധ്യത്തിൽ നിന്ന് പരീക്ഷിക്കാൻ വന്നവനെ പാഠം പഠിപ്പിച്ച് വായടപ്പിച്ച യേശുവിന് എത്ര പേർക്കൊരു മഹത്വം കൊടുക്കാൻ പറ്റും? അഭിഷേകമുള്ളവൻ ദൈവവചനം തിന്നാ ജീവിക്കുന്നേ. സ്തോത്ര. നിന്റെ അകത്ത് വന്ന് ആത്മാവിന് അപ്പം കൊടുത്താൽ അത് ജീവിക്കത്തില്ല. ആത്മാവ് നിറയണമെങ്കിൽ അതിന് വചനമെന്ന് അപ്പം കൊടുക്കണം. സ്തോത്രം. ആത്മാവ് എന്താണെന്ന് പിശാചിന് അറിയത്തില്ലല്ലോ. ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് പിശാച് മനസ്സിലാക്കുന്ന ആ സമയത്താ. അതിന് മുമ്പേ അറിയാമെങ്കിൽ ഈ ഒരു വിഡ്ഢിത്തരം പറയത്തില്ല. ഹല്ലേലൂയ.
അപ്പം കൊണ്ട് മാത്രമല്ലടാ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനമെന്ന അപ്പം കൊണ്ട് ജീവിക്കുന്ന ഒരു തലമുറയെ ഞാൻ ഈ സീസണിൽ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. എന്നെ മിനിസ്റ്ററി കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ഞാൻ ദൂത് കൈമാറാ. അങ്ങനെ അപ്പം നിന്ന് ജീവിക്കുന്ന, ആത്മാവിന്റെ അപ്പം നിന്ന് ജീവിക്കുന്ന, വചനമെന്ന അപ്പം പറഞ്ഞ് ജീവിക്കുന്ന ഒരു തലമുറ നിന്റെ കുടുംബത്തിന്റെ അകത്തുനിന്ന് എഴുന്നേൽക്കുന്നുവെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുക. അതിനെ സ്വീകരിക്കുക. യേശുവിനെ ഞാനൊരു വലിയ പുള്ളിയാണെന്ന് അറിയിക്കേണ്ട കാര്യമില്ല. എന്താ എൻ്റെ കാര്യം എന്നറിയാം? യേശുവിനെ പറ്റി നന്നായിട്ട് അറിയാം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ ആരാണെന്നും എൻ്റെ ജനനം എങ്ങനെയാണെന്നും എന്താണെന്നും എൻ്റെ അപ്പൻ ആരാണെന്നും എന്നെ ജനിപ്പിച്ചത് ആരാണെന്നൊക്കെ എൻ്റെ യേശുവിന് നല്ലതുപോലെ അറിയാം. അങ്ങനെയെങ്കിൽ ഇവൻ ചോദിച്ച ചോദ്യത്തിന് മുമ്പിൽ ഞാൻ ദൈവപുത്രനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യകതയൊന്നും എൻ്റെ യേശുവിനില്ല. തെളിയിക്കേണ്ട സമയം വരുമ്പോൾ സാത്താനെ ഞാൻ തെളിയിക്കും. സ്തോത്രം എന്ന് പറഞ്ഞാൽ യേശുവിനറിയാം ചത്തതിനെ ജീവിപ്പിക്കാൻ ആംബിയറുള്ളവനാ ഞാൻ. ഓ, ഒരു സ്തോത്രം പറഞ്ഞാട്ട്, ഒരു സ്തോത്രം പറഞ്ഞാട്ട്. ചത്തതിനെ നരകത്തിൽ തള്ളിയിടാൻ ആംബിയറുള്ള എന്നോടാന്നോ നീ വലിയ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നത്? എടാ, ഈ കല്ലിനെ അല്ല, ഉലകത്തെ മുഴുവൻ ഒറ്റ വാക്കുകൊണ്ട് സൃഷ്ടിച്ച ഒരു അപ്പന്റെ മകനോ ഞാൻ. ഇനി വെളിപ്പാടിലോട്ട് എത്ര പേര് കയർന്നു വരുന്നുണ്ട്? ഒറ്റ വാക്കുകൊണ്ട് ഉലകത്തെ സൃഷ്ടിച്ചവന്റെ മകനും മകളുമോ ഇവിടെ ഇരുന്ന് ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ആര് ബോധ്യതയോടെ ആരാധിച്ച് കയറി വന്നിട്ട് പിശാചേ, സാധാരണ മനുഷ്യന്റെ ലൈഫിലെ നിനക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. ഒരു അസാധാരണ മനുഷ്യന്റെ ലൈഫ് തിരിച്ചറിയാനുള്ള കപ്പാസിറ്റി നിനക്കില്ല. സാധാരണ മനുഷ്യൻ അപ്പം തിന്ന് ജീവിക്കുക, എന്നാൽ എൻ്റെ മക്കൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഭക്ഷണം തിന്ന് ജീവിക്കുക. ഇത്രയും ദൂരെ നിന്ന് ചാടിപ്പിടിച്ച് ഇവിടെ വന്ന് ഇരിക്കുന്നത് ഈ ഭക്ഷണം കഴിക്കാനല്ലയോ? അതിൻ്റെ അർത്ഥം നിൻ്റെ അകത്ത് വന്ന ആത്മാവിൻ്റെ ഭക്ഷണം, അതിന് വിശക്കുമ്പോൾ സമയാസമയം അത് കൊടുക്കുവാൻ നീ സഭയ്ക്കകത്ത് വന്നിരുന്ന് ആരാധിക്കുന്ന ഈ ഒരു ലക്ഷണം കാണുമ്പോൾ ഞാൻ പറയാം, നീയും നിന്റെ തലമുറയെ ഗുണപ്പെട്ടിരിക്കും. നീയും നിന്റെ തലമുറയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കോ. നീയും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കോ. നീയും നിന്റെ ഭാര്യയും അനുഗ്രഹിക്കപ്പെട്ടിരിക്കോ. കാരണം ആരാധിക്കുവാൻ മനസ്സ് കൊടുക്കുന്ന നിന്നെ കാണാതിരിക്കുവാൻ തക്കവണ്ണം അവന്റെ കണ്ണ് കാണാതെ പോയിട്ടില്ല. നിന്നെ സഹായിക്കാതിരിക്കുവാൻ തക്കവണ്ണം അവന്റെ കൈ കുറുകിട്ടില്ല. കേട്ടോണേ, ഇത്രയും പറഞ്ഞപ്പോഴും സാത്താൻ അടുത്ത ചോദ്യം, വാക്യം 8. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വാക്യം 9. വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. വാക്യം 10. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോകും. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. വാക്യം 11. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. അപ്പോ അടുത്ത പരീക്ഷണം. അപ്പൊ അപ്പം ചീറ്റിപ്പോയി, അപ്പത്തിന്റെ പരിപാടി നടക്കത്തില്ലെന്ന് സാത്താൻ മനസ്സിലായപ്പോൾ അടുത്ത പരിപാടി കൊണ്ടുവന്നു. അവനെ ഏറ്റവും ഉയർന്ന, എന്തുവാണ്, ഏറ്റവും ഉയർന്ന ഒരു മലയിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആ ദേശം മുഴുവനും കാണിച്ചു. പറഞ്ഞു, യേശു നീ ഇത് കണ്ടോ? ഈ ലോകം അതിൻ്റെ മഹത്വം മൊത്തം നിനക്ക് ഞാൻ എഴുതി തരാൻ പോകുക. ഈ ലോകത്തെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ നിനക്ക് ഞാൻ എഴുതി തരാൻ പോവുക. ഒറ്റ പ്രാവശ്യം നിനക്ക് എന്നെ ഒന്ന് ആരാധിക്കാം, ഒറ്റ പ്രാവശ്യം എന്നെ നമസ്കരിക്കാമോ? കയറി വാ. ഒറ്റ പ്രാവശ്യം നിനക്ക് എന്നെ ആരാധിക്കാമോ? ആര് കേൾക്കാന്? സ്തോത്രം. സ്നാനപ്പെട്ട നിനക്ക് ആരാധനയുടെ വില അറിയത്തില്ല. പക്ഷെ നിന്നേക്കാളും അപ്പുറമായിട്ട് ആരാധനയുടെ വില അറിയുന്ന പിശാചിനാ. മനസ്സിലായില്ല? ആരാധനയ്ക്ക് വരാൻ എന്തൊരു പാടാ. 1000 കൂട്ടം എക്സ്ക്യൂസുകളാ. ഈ ആരാധനയുടെ വില നിനക്കറിയാത്തത് കൊണ്ടാണ് സഭാരാധന മുടക്കുന്നത്.
ആരാധനയുടെ വില അറിയുന്ന ഒരു ഒറ്റ കുഞ്ഞുങ്ങൾ ആരാധന മുടക്കത്തില്ല. 30 വർഷമായി ഞാൻ ഒരു ദിവസം പോലും ആരാധന മുടക്കാത്തതിന്റെ കാരണം അതിന്റെ വില ഞാൻ അറിഞ്ഞതാ. പക്ഷേ കഴിഞ്ഞ രാത്രി തമ്പുരാൻ എന്നോട് ഇത് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ ആരാധിക്കുന്ന ദൈവം ആരാണെന്നും ആരാധനയുടെ വലിപ്പം എന്താണെന്നും. ഇന്നത്തെ പ്രസംഗം പലർക്കും ഇഷ്ടപ്പെടത്തില്ല. എന്നെ മീഡിയയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സഹോദരി സഹോദര, ഇന്നുകൊണ്ട് ഈ കെട്ട് പൊട്ടണം. ആരാധന മുടക്കി ഒരഭ്യാസത്തിനും പോകരുത്. നീ എന്തിനു പോയാലും രക്ഷപ്പെടത്തില്ല എന്ന് ഇന്ന് പാൽക്കാലൻ എഴുതി ഒപ്പുവെച്ചു തരാ. ദൈവത്തിനെ ആരാധിക്കാതെ നിന്റെ സ്വന്തം ഇഷ്ടത്തിന് എന്തിനിറങ്ങിയാലും അത് നഷ്ടവും കഷ്ടവുമായിരിക്കും, അത് കണ്ണുനീരായിരിക്കും. എന്നാൽ നിന്റെ വിഷയങ്ങൾ മാറ്റിവെച്ചിട്ട് ആരാധനയ്ക്കൊന്ന് വന്നേ, ആ കഷ്ടങ്ങളെ നഷ്ടങ്ങളെ ലാഭമാക്കുവാൻ നിന്റെ ആരാധനയ്ക്ക് കഴിയും. സാത്താൻ പറയാണ്, പിശാച് പറയാണ്, കർത്താവേ ഈ ദേശം, ഈ ലോകം മുഴുവൻ, അതായത് ഈ ഭൂമി മുഴുവനും, ഈ ഭൂമിയുടെ മുകളിലുള്ളത് മുഴുവനും, ഭൂമിയുടെ അടിത്തട്ടി കിടക്കുന്ന സ്വർണവും വെള്ളിയും എന്ന് വേണ്ട, പെട്രോളും ക്രൂഡ് ഓയിലും എന്ന് വേണ്ട, ഈ ലോകത്തുള്ളത് മുഴുവനും ഞാൻ നിനക്ക് തരും. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ മിനിറ്റ് കൊണ്ട് നിനക്കത് സാധിക്കാം. അതിനൊരൊറ്റ കാര്യം ചെയ്താൽ മതി, ഒരൊറ്റ ആരാധന. നിനക്കെന്നെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? കമോൺ, നിനക്കെന്നെ ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? സ്തോത്രം. നിങ്ങൾ എന്നെ ഇവിടെ ചിന്തിപ്പിച്ച കാര്യം ഇതാണ്. ഒരു ആരാധനയ്ക്ക് ഇത്രയും വില സാത്താൻ കൊടുത്തെന്നുള്ളതാണ്. നിങ്ങൾ പറയത്തില്ലേ, പന്ന സാത്താൻ, പൊട്ട സാത്താൻ, എന്നെ അങ്ങനെ ആക്കിയ സാത്താൻ. പറയാൻ പറട്ടെ, എടാ സ്നാനപ്പെട്ട നിന്നേക്കാളും വിവരമുണ്ട് പിശാചിന്. ഇന്ന് പാൽക്കാലം ഈ അറിവോട് ഇവിടുന്ന് ഇറങ്ങിപ്പോയാൽ മതി. ആരാധനയുടെ വില നിനക്കറിയത്തില്ല. നീ കല്യാണം പറഞ്ഞ് ആരാധന മടക്കും, ശവമടക്കിന്റെ പേര് പറഞ്ഞ് നീ ആരാധന മടക്കും. നിനക്കതിന്റെ വില അറിയാത്തത് കേട്ടോ. എന്നാൽ നിന്നേക്കാളും വില അറിയുന്നവനാണ് പിശാച്. അവൻ പറയുകയാണ്, ഈ ലോകം മുഴുവനും തൂക്കി വിറ്റ പണം നിന്റെ മുമ്പിൽ ഞാൻ വെക്കാം. ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? പ്രൈസ് ദി ലോർഡ്. ഒന്ന് ആരാധിക്കാൻ പറ്റുമോ? യേശു പറഞ്ഞ പദം, സാത്താനെ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് ഒരാരാധനയ്ക്ക് കൊടുത്ത വില. ഇന്ന് നിങ്ങൾ ഇവിടെ വന്നിരുന്ന് ആരാധിച്ചില്ലേ? ആത്മാവിൽ ആരാധിച്ചവർക്കട്ടെ കർത്താവിനെ സ്തുതിക്കുന്നത്. ആത്മാവിൽ ആരാധിച്ചവർക്കട്ടെ കർത്താവിനെ സ്തുതിക്കുന്നത്. നീ ഇന്ന് ആരാധിച്ച ആരാധനയ്ക്ക് പിശാചിട്ട വില, ഈ ഉലകത്തെ മുഴുവന് തൂക്കി വിറ്റ് കിട്ടുന്ന ബില്യനോ ട്രില്യനോ എനിക്കറിയത്തില്ല, അതിനൊരു പദം പറയാൻ കാണില്ല. അപ്പോൾ സാത്താൻ ഒരു ആരാധനയ്ക്കിട്ട വില അത്രയുമാണ്. എന്നാൽ അതിന്റെ അടുത്ത സ്റ്റെപ്പ് കേട്ടോണോ, സാത്താൻ ഒരു ആരാധനയ്ക്കിട്ട വില ഉലകമാണെങ്കിൽ യേശു വിട്ടവല ഒറ്റ വാക്കുകൊണ്ട് ഉലകത്തെ മുഴുവൻ സൃഷ്ടിച്ച തമ്പുരാന്റെ വിലയാണ് ഒരു ആരാധനയ്ക്കിട്ടത്. മനസ്സിലായവർ കർത്താവിന് ആരാധന കൊടുക്കുക. ഇന്ന് കൊണ്ട് നിന്റെ ആരാധനയ്ക്ക് വരുന്ന ആ ഇടപാടുണ്ടല്ലോ, വരാതിരിക്കുന്ന ഇടപാട് പരിശുദ്ധാത്മാവിനെ പൊട്ടിക്കുന്ന ഒരു പാൽക്കാലമാ. ആമേൻ. സാത്താൻ കൊടുത്ത വില എന്താണ്? ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഹൃദയത്തെ കോറിയിട്ടാണ്. സാത്താൻ ഒരു ആരാധനയ്ക്ക് കൊടുത്ത വില ഈ ലോകത്തുള്ളത് സകലതും വിറ്റ് കിട്ടുന്ന പണം. യേശു വിട്ട വില ഈ ദേശത്തെയും അതിലുള്ള സകലത്തിനെ സൃഷ്ടിച്ച തമ്പുരാന്റെ വിലയാ ഒരാരാധനയ്ക്ക് യേശു വിട്ടത്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പ്രിയമക്കളെ, ആരാധന മുടക്കി ഒന്നിനും നിങ്ങൾ പോകരുത്. സ്തോത്രം. ആരാധന മുടക്കി ഒന്നിനും നിങ്ങൾ പോകരുത്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷമായിട്ടും ഒരാരാധന ഞാൻ മുടക്കിയിട്ടില്ലെന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമാണ്. എന്താ, എൻ്റെ വീട്ടിൽ കല്യാണങ്ങൾ നടന്നിട്ടില്ലയോ? എൻ്റെ വീട്ടിൽ മരണങ്ങൾ നടന്നിട്ടില്ലയോ? എൻ്റെ അടുത്ത ബന്ധുമിത്രാദികൾ മരിച്ചു പോയിട്ടില്ലയോ? അന്നും ആ അടക്കത്തിന് ഞാൻ പോയിട്ടില്ല. അന്നും പരിപ്പും പപ്പടവും പഴവും ഇട്ട് ഉണ്ണാൻ ഞാൻ പോയിട്ടില്ല. എൻ്റെ അകത്ത് കിടക്കുന്ന തീ എന്താണെന്നറിയാമോ?
ഒരു നേരത്തെ ആഹാരത്തിനേക്കാളും അപ്പുറമായി എനിക്കൊരു ആരാധന മുടക്കുന്ന കാര്യത്തെ പറ്റി എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു കരയ്ക്ക് പിടിച്ചിട്ട മീനെ പോലെ ഹൃദയം പിടയ്ക്കുമെന്ന്. അതെ, ആരാധനയുടെ വിലയറിഞ്ഞവൻ. എന്റെ കൊച്ചപ്പന്റെ മൂത്ത മോന്റെ കൊച്ചുമോടെ മരുമോടെ ഇളയമോടെ കല്യാണമാ ശാപ്പാടുണ്ടായിരിക്കാം സ്നാനപ്പെട്ടവൻ. പ്രൈസ് ദി ലോർഡ്. എവിടെയോ അങ്ങ് കിടക്കുന്ന ഒരു ബന്ധം പറഞ്ഞ് ഇത്രമാത്രം വിലയുള്ള ആരാധന കളഞ്ഞിട്ട് 10 രൂപ വിലയുള്ള ശാപ്പാടടിക്കാൻ പോകുമ്പോൾ എന്റെ കുഞ്ഞ് നീ ഒന്ന് മനസ്സിലാക്കണം, നാളെ തലയടിച്ച് കരയുന്ന ഒരു ദിവസം നിന്റെ ജീവിതത്തിലുണ്ടാവും. ഇത് ആത്മാവിലാ പറയുന്നത് കേട്ടോ. ഇതൊരു ദൈവദാസന്റെ ആത്മീക രോക്ഷമായത്. നാളെ സ്വന്തം കൈകൊണ്ട് മുഖം അടിച്ച് പൊട്ടിച്ച് കരയുന്ന ഒരു ദിവസം എന്റെ കർത്താവേ എന്ന് വിളിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. അടുത്തവരുടെയൊക്കെ കല്യാണത്തിന് പോകുന്നേ, ചേട്ടന്റെ മോടെ കല്യാണം വന്നാൽ പോകാതിരിക്കാൻ പറ്റുമോ? വല്യപ്പന്റെ അടക്കം വന്നാൽ പോകാതിരിക്കാൻ പറ്റുമോ? പോകുന്നേ. പക്ഷെ എങ്ങാണ്ട് കിടക്കുന്ന ഏതോ ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് വല്യപ്പൻ ചത്തുപോയി, അതിന് പോയിരിക്കുക ആരാധന മുടക്കിയിട്ട് ശാപ്പാടടിക്കാൻ. നാണം. ആരോട് പറയാനായത്? ആരോട് പറഞ്ഞാലും പറയുന്നവൻ വഷളാകത്തേ ഉള്ളൂ. ഈ സത്യം വിളിച്ചു പറഞ്ഞ ദൈവദാസന്മാർ ജനത്തിന്റെ മുമ്പിൽ ആക്ഷേപിക്കപ്പെടുത്തേ ഉള്ളൂ. പക്ഷെ സത്യം ഞാൻ പറയാം, ആരാധനയാണ് വലുത്, ശാപ്പാടല്ല, കല്യാണമല്ല. പ്രൈസ് ദി ലോർഡ്. എന്നോട് കയറുക. എനിക്ക് സ്നാനപ്പെട്ടവരെ വിമർശിക്കാൻ എനിക്ക് പറ്റൂ, അല്ലാത്തവരെ വിമർശിക്കാൻ ഞാൻ ആണല്ല. പ്രത്യേകിച്ച് ഞാൻ സ്നാനപ്പെട്ടവരെ നല്ലതുപോലെ ഞാൻ വിമർശിക്കും. അതുകൊണ്ട് പ്രിയ ജനമേ, അനാവശ്യമായിട്ടുള്ള കല്യാണം, അനാവശ്യമായിട്ടുള്ള ശവമടക്ക് വേണ്ട. ആ സമയത്ത് നിങ്ങൾ കർത്താവിനോട് ഇരിക്കുക. എൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിൻ്റെ ഇടയമോടെ കല്യാണം വന്നു. എൻ്റെ എത്ര അടുത്ത ബന്ധമാണ്, പോകാതിരിക്കാൻ പറ്റുമോ? ഞാൻ ചെന്ന് ആശീർവദിക്കേണ്ട ഒരു കുഞ്ഞല്ലേ. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പിണങ്ങിയാലും ശരി എൻ്റെ ആരാധന മുടക്കി ഞാൻ വരില്ല. പോയില്ല. പക്ഷേ ആ കല്യാണം നടക്കുന്നതിന് പിറ്റേ ദിവസം വൈകിട്ട് ഏറിയ സമയം ഞാൻ അവരുടെ വീട്ടിൽ ചെന്നിരുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കല്യാണം ഇവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞാൽ നേരെ പോയത് അവരുടെ വീട്ടിലോട്ട്, എൻ്റെ മുഷിഞ്ഞ ഡ്രസ്സ് പോലും മാറാതെ. അത്രയൊക്കെ മതി. ഞാൻ ചെന്നില്ലെന്ന് പറഞ്ഞ് ആ കല്യാണം നടക്കാതെ ഭാഗത്തിന് തിരിച്ചറിവ് നൽകൊണ്ടാട്ടെ. കല്യാണം നടത്തുന്ന അഭിഷിക്തനാണെങ്കിലോ, ഒരു പട്ടക്കാരനാണെങ്കിലോ, ഒരു പാസ്റ്ററാണെങ്കിലോ കല്യാണം നടത്തുന്നത് അഭിഷിക്തനാ. ഞാൻ പോകാഞ്ഞോണ്ട് ഒരു കുഴപ്പം ഉണ്ടായില്ല. കുഞ്ഞിൻ്റെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടന്നു. ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? തീരുമാനമെടുക്കേണ്ടത് നീയാണ്. നിന്റെ മനസ്സാക്ഷിയോടെ നീ തീരുമാനമെടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഞാനിത് കർക്കശമായിട്ട് നിങ്ങളുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്ന ഒരാളായിരിക്കണം. ഞാൻ ചെയ്യാത്ത കാര്യം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാനൊരു കാപറ്റിക്കാരനാവും. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ അളിയൻ ഇവിടെ ഇരിപ്പുണ്ട്, എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ദീപസിസ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ കല്യാണം, ആ വീട്ടിൽ വേറെ കല്യാണവും ഇല്ല. അന്നേരം കുറച്ച് പരിഭവമൊക്കെ ഉണ്ടായി. എൻ്റെ ഹൃദയത്തിനൊരു സത്യം പറയട്ടെ, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആ കുഞ്ഞിൻ്റെ കഴിഞ്ഞ കാലം വെച്ച് നോക്കുമ്പോൾ ഒരു വലിയൊരു പ്രതിസന്ധിക്ക് അത് ദൈവ ജീവൻ കൊടുത്തുകൊണ്ടുന്ന ഒരു കുഞ്ഞാ. ഉറപ്പായിട്ട് ഞാൻ ആ കല്യാണത്തിന് പോകണ്ട. പക്ഷേ ഞാൻ ആ കുഞ്ഞിനെയും ആരാധനയും വെച്ച് നോക്കിയപ്പോൾ എൻ്റെ മുമ്പിൽ എനിക്ക് വിലയുള്ളതായിട്ട് കണ്ടത് എൻ്റെ ആരാധനയാണ്. സ്തോത്രം. ആത്മാവുള്ളവൻ എല്ലാത്തിനേക്കാളും വില അവൻ്റെ ആരാധനയ്ക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു പപ്സും പഴവും ചായ കുടിക്കാൻ ആരാധന കഴിഞ്ഞു പോകുന്ന വിശ്വാസിയെ, ഇന്ന് പാൽക്കാലം നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇടിവാൾ വെട്ടട്ടെ. പിശാചുള്ള അറിവ് പോലും സ്നാനപ്പെട്ട നിനക്കില്ലാതായി പോയല്ലോ. ഒരു ആരാധനയ്ക്ക് പിശാചിട്ടവനോ നീ അതിന് പപ്സിന്റെ വില പോലും കൊടുത്തില്ലല്ലോ. ആമേൻ. ഇന്ന് പാൽക്കാലം ഈ പരിപാടികൾ ഇവിടെ പൊട്ടണം. ലൂക്കോസിന്റെ സുവിശേഷം 9:57-59 അതിൽ പറയുന്നു, വേറൊരുത്തനോട് എന്നെ അനുഗമിക്കാമെന്ന് യേശു പറഞ്ഞു. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, കർത്താവേ യേശുവേ, നിന്നെ അനുഗമിക്കുന്നതിന് മുമ്പേ
ഞാൻ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിട്ട് വരുവാൻ അനുവാദം തരണമേ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശുവിൻ്റെ കൂടെ ജീവിക്കുവാൻ തീരുമാനമെടുത്ത ഒരു മനുഷ്യൻ തമ്പുരാനുമായിട്ട് ശുശ്രൂഷയ്ക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അപ്പൻ മരിച്ചതറിഞ്ഞുകൊണ്ട് യേശുവിനോട് ചോദിക്കുകയാണ്, യേശുവേ, ഞാൻ പോയി എൻ്റെ അപ്പനെ ഒന്ന് കുഴിച്ചിട്ടിട്ട് വരട്ടെ. നിങ്ങൾ പറയത്തില്ലേ പാസ്റ്റർ, ഞാൻ ആ ഹോസ്പിറ്റലിൽ പോട്ടെ, ആ കല്യാണത്തിനൊന്ന് പോട്ടെ, ആ ശവമടക്കിനൊന്ന് പോട്ടെ. യേശുവോട് ചോദിക്കുക, കർത്താവേ, എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് വരട്ടെ. യേശു എടുത്ത മറുപടി പൊയ്ക്കൊള്ളാനാന്ന് പറഞ്ഞത്. വാക്യമാറ്. ആ യേശു അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുടിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്കാന്ന് പറഞ്ഞു. എന്തോ യേശു ഇത്ര ഹൃദയം ഇല്ലാത്ത മനുഷ്യനാണോ? സ്വന്തം അപ്പനെ കുഴിച്ചിടാൻ വിടാത്ത ആളാണോ? അതൊന്നും അല്ല അതിൻ്റെ അർത്ഥം. സ്തോത്രം. യേശു പറയുന്നു, മരിച്ചവർ അവിടെ മരിച്ചവരെ അടക്കട്ടെ. മരിച്ചവരെങ്ങനെയാണ് മരിച്ചവരെ അടക്കുന്നത്? യേശുവിന്റെ കണ്ണിൽ, ശ്രദ്ധിച്ചു കേട്ടോണം, യേശുവിന്റെ കണ്ണിൽ മരിച്ചവനും ആരാധിക്കാത്തവനും ആത്മനിറവില്ലാത്തവനും അവൻ ചത്തതിന് തുല്യമാ. കേട്ടില്ല? കേട്ടെങ്കിൽ കേട്ടാത്ത പോലെ ഇരിക്കുക. ഒന്നുകൂടെ പറയാം. ചത്തവൻ, ആരാധനയ്ക്ക് പോകാത്തവൻ, ആത്മനിറവില്ലാത്തവൻ, യേശുവിന്റെ കണ്ണിൽ ഇതെല്ലാം ചത്ത കേസുകളാണ്. അതുകൊണ്ട് യേശു പറഞ്ഞ്, നിന്റെ കുടുംബത്ത് കുറെ ചത്ത കുറച്ചെണ്ണമില്ല, അവരുമായി അടക്കട്ടാ. നിന്നെ ഞാൻ ആക്കി വച്ചിരിക്കുന്നത് ചത്തതിനെ അടക്കാനല്ല, നിന്നെ ഞാൻ വിളിച്ച് വേർതിരിച്ച് സ്നാനപ്പെടുത്തി അഭിഷേകം തന്നത് ദൈവരാജ്യത്തെ ഭൂമി സ്ഥാപിച്ചെടുക്കാനോ. അതുകൊണ്ട് നീവായി പ്രസംഗിക്ക. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? തമ്പുരാൻ അത് പറഞ്ഞെങ്കിൽ, തമ്പുരാന്റെ വേല ചെയ്യുന്ന എനിക്കത് പറയാനുള്ള നല്ല തൻ്റെ ഇടമുണ്ട്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയോ, നിന്റെ കുടുംബത്തിനോടൊന്ന് കണ്ണിട്ട് നോക്കിയേ. ചത്ത് കിടക്കുന്ന എത്ര എണ്ണമാണ് ഉള്ളത്? ആരാധിക്കാത്തവര്, സ്നാനപ്പെടാത്തവര്, ദൈവത്തെ വിളിക്കാത്തവര്, പാരമ്പര്യം പറഞ്ഞിങ്ങനെ നടക്കുക. ചത്തതിനെ അടക്കട്ടെ. പക്ഷെ അതുപോലല്ല നീ എന്ന് പകൽക്കാലം ഓർക്കണം. സ്നാനപ്പെടുത്തി അഭിഷേകം തന്നെ പരിശുദ്ധാത്മാവിനെ തന്നത് ദൈവവേല ചെയ്യാനോ. ആ ഞാനുണ്ടല്ലോ, പരിപ്പും പപ്പടവും തിന്നാൻ പോകത്തില്ല, ഞാൻ ആരാധനയ്ക്ക് പോകും. ആരോട് പറയാന്? കരമടിച്ചെന്റെ കർത്താവിന് നല്ലൊരു മഹത്വം കൊടുത്താണ്. സ്തോത്രം. പക്ഷേ സ്നാനപ്പെട്ട കുഞ്ഞെ, അഭിഷേകം പ്രാപിച്ച കുഞ്ഞെ, നീ സാധാരണ കുഞ്ഞിനെ പോലല്ല. പക്ഷേ അത്രയും ദൂരം ഞങ്ങൾ എങ്ങനെ ഇവിടം വരെ വരും? ഈ പറയുന്ന പുള്ളികൾ ഈ ലോകത്തുള്ള സകല ആരാധനാലയങ്ങളും സ്ഥിരം പോകുന്ന പാർട്ടികളാണ്. ഒരു കുഴപ്പമില്ല. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ഇത്രയും ദൂരം ഞങ്ങൾ എങ്ങനെ വരും? ഞാനിപ്പോൾ ഒരു കാര്യം ഓർത്തിട്ട് അതുകൂടെ പറഞ്ഞ് പെട്ടെന്ന് ദൂതിലോട്ട് കിടക്കാം. ഞാൻ ഈ പന്തളത്ത്, നമ്മുടെ ഈ ചർച്ച ആദ്യമേ പന്തളത്ത് ഒരു വ്യാപാര ഭവൻ ഹാളിൽ വെച്ചായിരുന്നു. ആ തുടങ്ങിയ കാലം മുതൽ ഒരു അമ്മാമ തല്ലിക്കൊന്നാൽ ആരാധിക്കത്തില്ല. എന്താണ്? എത്ര അഭിഷേകം വന്നാലും ആരാധിക്കത്തില്ല. ആൾക്കാരൊക്കെ ദേഹത്തോട്ട് വീഴാൻ തുടങ്ങും, ഇങ്ങനെ മാറി നിന്ന് കൊടുക്കും. എന്നാലും ആ കസാരയിൽ നിന്ന് വേര് പറിച്ച് എഴുന്നേക്കത്തില്ല. ഇത് സത്യത്തിൽ എനിക്കിത് ഹൃദയത്തിനകത്ത് വലിയ സങ്കടമാണ്. ഈ അമ്മാമ മാത്രം ഇങ്ങനെ ഇരിക്കുന്നേ. സ്തോത്രം. പക്ഷേ ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് അമ്മാമ കിടന്ന് തുള്ളിച്ചാടി ഭയങ്കര ബഹളവും ആരാധന. ഇത് കണ്ട് എൻ്റെ പാട്ടും അങ്ങ് നിന്നു. കാരണം സന്തോഷം കൊണ്ടേ ഈ പുള്ളിക്കാരിയെ, ഈ മയൽക്കുറ്റി പോലിരുന്ന അമ്മാമ്മയെ പൊക്കിയ പരിശുദ്ധാത്മാവ് നമുക്ക് സന്തോഷം ഉണ്ടാകത്തില്ലയോ? ഞാനിത് കണ്ട് പാട്ടൊക്കെ നിർത്തി അന്യഭാഷ പറഞ്ഞ് അമ്മാമ്മയുടെ കൂടെ നിന്ന് അമ്മാമ്മ തകർത്താരാധിക്കുക. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ആൾക്കാർ പ്രാർത്ഥിക്കാൻ വന്നു. അമ്മാമ്മയും വന്നപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മാമ്മ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, അമ്മാമ്മ ഒന്ന് ആരാധിച്ച് കണ്ടല്ലോ, ആത്മാവ് എന്തായാലും തൊട്ടല്ലോ. എന്നോട് എടുത്ത വായിക്ക് പറയാ, ആത്മാവ് തൊട്ടൊന്നുമല്ല പാസ്റ്ററെ. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ ചോദിച്ചു, പിന്നെ എന്താണ്? ഞാനിങ്ങനെ ആകാംക്ഷ ചോദിച്ചാൽ പറയാം, പാസ്റ്ററെ കുറച്ച് നാളുകൊണ്ട് എൻ്റെ വയറിൻ്റെ അകത്ത് എനിക്ക് വലിയ വേദന ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പരിമല ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംശയം തോന്നിയിട്ട് അകത്തുനിന്ന് ഏതാണ്ട് ചുരണ്ടി എടുത്ത് ബയോപ്സിക്ക് വിട്ടു.
ചുരണ്ടി എടുത്ത് അതിൻ്റെ ആട്ടമായത്. മനസ്സിലായോ? എടാ, ചിലത് ചുരണ്ടിയാലേ നീ ആടത്തുള്ളെങ്കിൽ സ്തോത്രം, ചിലത് ചുരണ്ടി എടുത്ത് ബയോപ്സിക്ക് വിട്ടാലേ നീ ആരാധിക്കത്തുള്ളെന്ന് പറഞ്ഞ മസിൽ പിടിക്കരുത്. യേശുവിന്റെ നാമത്തിൽ അത്തരം കഠിന ഹൃദയങ്ങൾ പോട്ടെ. ഞാനപ്പോ എൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ ചോദിച്ചു, അമ്മ എന്ന് എൻ്റെ റിസൾട്ട് വരുന്ന അടുത്ത ആഴ്ച വരും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഈ ആഴ്ചത്തെ ആരാധനയേ ഉള്ളൂ, അടുത്ത ആഴ്ച എനിക്ക് ആരാധന കാണാൻ പറ്റത്തില്ല. കാരണം ബയോപ്സിക്കകത്തൊന്നും പറ്റിയില്ലെങ്കിലും ഓക്കെ, പിന്നെ വരണ്ടായല്ലോ. ഇനി എന്തിനും പറ്റിയാലും ഇനി എങ്ങനെ അങ്ങോട്ട് പോകുന്നത്, പോകണ്ടായല്ലോ. എങ്ങനെയാണെങ്കിലും വരുത്തില്ലെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചു. അടുത്ത ആഴ്ച മുതൽ ഈ നിമിഷം വരെ അമ്മാമ്മ അതിനകത്ത് കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മുഴ മാറാനാകരുത് ആരാധനയ്ക്ക് വരുന്നത്. എടാ, ബയോപ്സിക്ക് വിട്ടത് കുഴപ്പമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എൻ്റെ ആരാധനയ്ക്ക് ആരാധിക്കേണ്ടത്. ആത്മനിറവിന് വേണ്ടി വേണം ആരാധിക്കാൻ. എത്ര പേരെ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇന്നലെ ഞാൻ അപ്പൊ കർത്താവ് വിളിച്ച്, കർത്താവ് പിന്നെ എന്തിനാ ആരാധിക്കുന്നത്? ഞാനൊരു ശബ്ദം കേട്ടു, മോനെ, ആരാധിക്കുന്നത് ആത്മനിറവിന് വേണ്ടിയാ. ആരാധിക്കുന്ന നിനക്കൊരു ആത്മനിറവുണ്ടാവും, ആരാധിക്കാത്ത നിനക്ക് ആത്മനിറവുണ്ടാകത്തില്ല. ആരാധനയ്ക്ക് നിന്നെ ശത്രു സമ്മതിക്കാത്തത്, നിന്നെ ആരാധന നിറവുണ്ടായാൽ നീ പിടിവിട്ടു പോകുന്ന ശത്രുവിനറിയാം. അതുകൊണ്ട് ചിലത് പറഞ്ഞ് നിന്നെ കസരൽ കുറ്റിയടിപ്പിക്കുന്ന അത്തരം പിശാചിന്റെ തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ എന്നെ പൊട്ടിപ്പോട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയട്ടെ, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട് കേട്ടോ, പക്ഷെ സമയപരിധി ഉള്ളതുകൊണ്ട് പറയുക. നിങ്ങൾ ആരാധനയ്ക്ക് വരുന്ന ആത്മനിറവ് പ്രാപിക്കാനായിരിക്കണം. എന്താണ്? ആത്മനിറവ് പ്രാപിക്കാനായിരിക്കണം. വെറുതെ വന്നിരുന്ന അഭിമാനം കാണിച്ചിട്ട് പോകരുത്. നാളെ നീ തലതല്ലി കരയുന്നൊരു ദിവസം ഉണ്ടാകും. അല്ലയോ യെരൂശലേം പുത്രിമാരെ, അമ്മമാരെ, നിങ്ങളുടെ തലമുറ ഓർത്ത് കരയുവീൻ. യേശു പറയുക, എന്നെ ഓർത്ത് കരയണ്ട, നിങ്ങളുടെ മക്കളെ ഓർത്ത് കര. ആരാധിക്കാതെ പോകുന്ന കുടുംബമേ, നാളെ തലമുറയോർത്ത് തല തല്ലി പൊട്ടിച്ച് കരയുന്ന ദിവസങ്ങൾ വരാതിരിക്കണമോ? ഈ അന്ധകാരം പാരിനകത്തുനിന്ന് നീ പുറത്തു വാ. ആരാധന പുറത്തു വരട്ടെ. പറഞ്ഞ് അവസാനിച്ച ദൂതിലോട്ട് വരട്ടെ. അതുകൊണ്ട് സ്നാനപ്പെട്ടവർ ഒഴിവാക്കേണ്ടത് മുഴുവൻ ഒഴിവാക്കിയേ പറ്റൂ. ഞാൻ പറയാം, എല്ലാം ഒന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല, പക്ഷേ നിങ്ങൾ മനസ്സ് വെച്ചാൽ 90% കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. ഞാൻ ഉറപ്പാണ്, അത് ഞാൻ അനുഭവം കൊണ്ടാണ് പറയുന്നത്. 90 കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റും. 10 കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഒരു സ്നാനപ്പെട്ടവൻ, ദാ ഈ ഇരിക്കുന്ന കർത്താവിൻ്റെ മേശയുണ്ടല്ലോ, ആരാധനയ്ക്ക് വേണ്ടി എൻ്റെ തമ്പുരാൻ നിനക്ക് വേണ്ടി കൊടുത്ത വിലയായത്. നിനക്കൊന്ന് ആരാധിച്ച് ആത്മനിർഭ പ്രാപിക്കുവാൻ 2026 വർഷങ്ങൾക്ക് തകർക്കപ്പെട്ടവന്റെ ശരീരവും രക്തമായിരിക്കുന്നത്. ഇത് കളഞ്ഞിട്ടാ നീ ശാപ്പാടടിക്കാൻ പോകുന്ന നാണക്കാണ്. കുറഞ്ഞ പക്ഷം സാത്താനുള്ള വിവരമെങ്കിലും സ്നാനപ്പെട്ട നിങ്ങൾക്കൊണ്ടാവട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ആരാധനയ്ക്ക് ഒരു തടസ്സമാകരുത്. അടുത്തിരിക്കുന്നുണ്ട് പറ, ഒരു കാര്യങ്ങളും നമ്മുടെ ആരാധനയ്ക്ക് തടസ്സമാകരുതെന്ന് പറ. സ്നാനപ്പെട്ട ദൈവമക്കൾ എന്നെ ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. എല്ലാവരും ഒന്ന് കണ്ണു തുറന്ന് പിടിച്ച് എന്നെ ശ്രദ്ധിക്കണേ. ചണ്ടപ്പുറത്ത് കോല് വീഴുന്നിടത്തൊക്കെ പോകാൻ ദൈവം നിനക്ക് അനുവാദം തന്നിട്ടില്ല. ഓ, കഥന പൊട്ടുന്നിടത്തും ആലിക്കൊല ആട്ടുന്നിടത്തും പോയി നിൽക്കാൻ ദൈവം സ്നാനപ്പെട്ട നിനക്ക് അധികാരം തന്നിട്ടില്ല. ആരോട് പറയാന്? നാളെ നിങ്ങൾ പോകും, എനിക്കറിയാം. ഈ പ്രസംഗിക്കുന്ന ഞാൻ മണ്ടനാവും, എന്നാലും ഒരുത്തൻ മാനസാന്തരപ്പെട്ടാൽ എനിക്കത് മതി. കഴിഞ്ഞ 30 വർഷമായി ഞാൻ വീടിനകത്ത് അടയ്ക്കപ്പെട്ടു. കോലി വീഴുന്നിടത്തൊന്നും ഞാൻ പോയിട്ടില്ല. എന്റെ കൊടുമണ്ണുള്ള കഴിഞ്ഞ ഒരു ദിവസം ഒരാൾ വന്നിട്ട് ചോദിക്കുക, സാറ് നാട്ടിൽ തന്നെ ഉണ്ടോന്ന്. എന്റെ വീടിന്റെ അടുത്തുള്ള ഒരാളാ. ഞാൻ പറഞ്ഞോണ്ട് ചുമ്മാ ഇരിക്കെ, ഇന്നിട്ട് കാണുന്നില്ലല്ലോ. എടാ കുഞ്ഞ്, നിനക്ക് എന്നെ കാണാൻ പറ്റത്തില്ലെന്ന് അത് ഞാൻ എടുത്ത ഡിസിഷനാ.
സ്നാനപ്പെട്ട അഭിമാനത്തോട് ആരാധിച്ച് ആത്മനിറവുള്ള എനിക്ക് ചണ്ട കൊട്ടുന്നിടത്ത് ചെന്നിരുന്ന് താളമടിക്കാൻ മനസ്സില്ല. എന്റെ ഹൃദയം അത് അനുവദിക്കത്തില്ല. മനസ്സായവർ വേണമെങ്കിൽ ആരാധിച്ചു. സ്നാനപ്പെട്ട നീ അലഞ്ഞ് തിരിഞ്ഞ് നടന്നേക്കാനുള്ളവരല്ല. നിന്റെ ജോലി സംബന്ധമായി നമ്മൾ പലയിടത്തും പോയേ പറ്റത്തുള്ളൂ. എന്നാൽ ആ പോക്കിൻ്റെ അകത്തും ഒരു ഡീസൻസി ഉണ്ടാവണം. ആമീൻ പറ. സ്നാനപ്പെട്ട നിനക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാൻ സ്വർഗം ലൈസൻസ് തന്നിട്ടില്ല. മനസ്സിലായവര് കരങ്ങൾ ഉയർത്തി സ്തോത്രം. നിങ്ങൾ ചിലടത്ത് ചിലപ്പോൾ കാണത്തില്ലേ ഇവിടെ പ്രവേശനമില്ലെന്ന്. ഇപ്പൊ ലുലുമാളിൽ ഇന്നാളെ ഞാൻ പോയപ്പോൾ ഞാൻ കണ്ടു ഒരു റൂമിൽ അവിടെ ചെന്നപ്പോൾ എഴുതി വെച്ചത് ഇവിടെ പ്രവേശനമില്ല, നോ എൻട്രി. അവിടെ പ്രവേശനമില്ല. സ്നാനപ്പെട്ട നിനക്ക് എല്ലായിടത്തും പ്രവേശനമില്ല, അത് നോ എൻട്രിയാ. ആ ബോർഡ് അവിടെ ലോകം വെച്ചില്ലെങ്കിലും നീ ആത്മൽ കണ്ണി കാണണം. എനിക്കവിടെ പോകാമോ, എനിക്കത് കാണാമോ, എനിക്കവിടെ ഇരിക്കാമോ എന്ന് തീരുമാനമെടുക്കേണ്ടവൻ നീയാ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ദൈവം ഇതൊന്നും നിങ്ങൾക്ക് ലൈസൻസ് തന്നിട്ടില്ല. എല്ലായിടത്തും ചെന്നിരിക്കാനും എല്ലാം പറയാനും. നിങ്ങളിവിടെ സമൂഹത്തിൽ വിലയുള്ള ആൾക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വിലയുള്ളവര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അവർ ചന്തയിൽ വന്ന് മദ്യം വാങ്ങിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹലോ, വരത്തില്ല. അവര് ആന എഴുന്നള്ളിക്കുന്നിടത്ത് പോയി താളം പഠിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രശ്നം അവരുടെ പ്രിസ്റ്റേജാണ്, അവരുടെ പാരമ്പര്യം, അവരുടെ കുടുംബമായി കൈമാറ്റം ചെയ്തു വന്ന അവരുടെ പ്രിസ്റ്റേജ്. അതിനുവേണ്ടി ആനയുടെ ചാട്ടം കാണണ്ടെന്ന് തീരുമാനിക്കാൻ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളവനായിരിക്കണം സ്നാനപ്പെട്ടവൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്കും ഒരു 10-25 ആനയൊക്കെ ഇരുന്ന് അതിൻ്റെ മണ്ടയ്ക്ക് വെഞ്ചാവരമൊക്കെ പിടിച്ചു പോകുന്നതാണ് എനിക്ക് സന്തോഷമില്ലയോ? എൻ്റെ ഹൃദയത്തിൻ്റെ അത് ആഗ്രഹമില്ലയോ? പക്ഷേ ഞാൻ ആഗ്രഹിച്ചാൽ ആത്മാവ് പറയും നോ, പോകരുത്. സ്തോത്രം. ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കേട്ടാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ സ്നാനപ്പെട്ട നിങ്ങൾ നോ എൻട്രി ആണ് നിങ്ങൾക്ക് പല സ്ഥലത്തുമുള്ളത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവർ അവരൊന്നും അലഞ്ഞു തിരിഞ്ഞ് നടക്കത്തില്ല. അവിടെ അഭിമാനം. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച നീ എത്രമാത്രം പ്രിസ്റ്റേജ് ഉള്ളവനായിരിക്കണം. എടാ, അവർക്ക് അത്രമാത്രം ഈ ലോകത്താകാമെങ്കിൽ നിനക്ക് എത്ര അധികം ഉണ്ടായാൽ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് അടുത്ത് താമസിക്കുന്ന 10 വീടിന് അപ്പുറത്തുള്ള ആൾ വന്ന് ചോദിക്കുക, നിങ്ങൾ ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടോ? എന്നാൽ ആത്മീയഗോളത്തിൽ എവിടെ ചെന്നാലും ആൾക്കാർ എന്നെ അറിയാം. ആ പാസ്റ്റർ കഴിഞ്ഞ മാസം വന്നിട്ട് പോയതല്ലയോ, കഴിഞ്ഞ ആഴ്ച വന്നിട്ട്. എടാ, എനിക്ക് ചെന്ന് നിൽക്കാനുള്ള ഇടം എനിക്കറിയാം. അപ്പം നിങ്ങൾ ചോദിക്കുക, ഇതൊക്കെ എന്തോ ജീവിതമാണ്. ഒരു ഓണത്തിന് എന്താ ഒന്ന് തുമ്പി തുള്ളാൻ പോയില്ലെങ്കിലോ, ഇതൊക്കെ എന്തൊരു ജീവിതമാണെന്നൊക്കെ തോന്നും. വലിയ കഷ്ടം. നിങ്ങൾ യഥാർത്ഥമായിട്ട് യേശുവിനെ അറിയാത്തത് കൊണ്ടാണ്. യേശു സകലത്തിൻ്റെയും സന്തോഷമാണ്. പരിശുദ്ധാത്മാവ് സന്തോഷത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അതിന് നീ ചെന്നിരുന്നിട്ട്, ഓണത്തിന് ചെന്നിരുന്നിട്ട് എന്താണ് കുറിയും തൊട്ട് ചാപ്പാട് മടിച്ച് ആരാധന മുടക്കി നടക്കരുത്. അത് തന്നെ പറയുന്നത്, അങ്ങനെ തന്നെ പറയുന്നത്. സ്തോത്രം. സ്നാനപ്പെട്ട നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ടല്ലോ, ഒരു ധനം. അത് പരിശുദ്ധാത്മാവാ. പരിശുദ്ധാത്മാവിന്റെ ആഹാരം എന്താണെന്നറിയാമോ? അത് ദൈവത്തിന്റെ തിരുവചനമാ. നിന്റെ ആത്മനിറവെന്താണെന്ന് അറിയാമോ? അത് ആരാധനയാ. സ്തോത്രം. ഒത്തിരി പേർക്ക് എന്നോട് ഒത്തിരി ദേഷ്യം വരുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കും എന്നോട് ദേഷ്യം തോന്നുന്നില്ലെന്ന് അറിയത്തക്ക രീതിയിലുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടെന്ന് തന്നെ എനിക്കറിയാം. പക്ഷേ കേൾക്കേണ്ട സമയത്ത് കേൾക്കണം. സ്തോത്രം. പെട്ടെന്ന് പോയ സമയമില്ലാത്തതുകൊണ്ട് മത്തായി 25:1 നീ പറയുന്നു, സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരുടെ സാദൃശ്യമാവുന്നു. 2, അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരുമായിരുന്നു. വാക്യം 3, ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, എണ്ണ എടുത്തില്ല. ഒരിക്കൽ കൂടി ഞാൻ പറയാം, കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ബുദ്ധിയില്ലാത്തവർ എണ്ണ എടുത്തില്ല. നടത്തിയിരിക്കുന്നുണ്ടോ പറഞ്ഞു, എടി
10 കന്യകമാർ പോലും 5 എണ്ണം ബുദ്ധിയില്ലാത്തവരാ, എണ്ണ എടുത്തില്ലെന്ന് പറ. സഹോദരന്മാരും പറ, എണ്ണ എടുത്തില്ലെന്ന്. തൊട്ടിട്ട് പറ. എനിക്കൊരു ഉത്സാഹം ഉണ്ടാണ്ട് പ്രസംഗിക്കാൻ. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ആത്മാവിൽ ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളിങ്ങനെ മയിൽക്കുറ്റി പോലിരുന്ന് കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാനാ? പെട്ടെന്ന് നിർത്തി പോകാൻ അങ്ങ് തോന്നുക. വേറെ ചർച്ചിലായിരുന്നെങ്കിൽ ഞാൻ പെട്ടെന്ന് ആമീൻ പറഞ്ഞ് വൈൻഡപ്പ് ചെയ്ത് അങ്ങ് പോയേനെ. ഇതെൻ്റെ ചർച്ചിൽ എനിക്ക് പോകാൻ പറ്റത്തില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, അപ്പോൾ വാക്യം 3 പറയുന്നത് ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. വാക്യം 4 ബുദ്ധിയുള്ളവർ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണ എടുത്തു. അടുത്തിരിക്കുന്നവരെ തൊട്ടിട്ട് പറ, ബുദ്ധിയുള്ളവർ വിളക്കെടുത്തപ്പോൾ എണ്ണയോടെ എടുത്തെന്ന് പറ. അതങ്ങനെ ഇങ്ങോട്ട് വന്ന് 10 പറയുന്നു, അവർ എണ്ണ വാങ്ങുവാൻ പോകുമ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യക്ക് ഇരുന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അടുത്തിരിക്കുന്നവർ വാതിൽ അടച്ചെന്ന് പറ. സ്തോത്രം, ആമേൻ. വാക്യം 11 അതിനുശേഷം മറ്റേ കന്യകർ, ആര്? ബുദ്ധിയില്ലാത്തവർ. ആര്? ഒന്ന് വാതിർന്ന് പറഞ്ഞു, ബുദ്ധിയില്ലാത്തവർ. ബുദ്ധിയില്ലാത്തവർ അവർ വന്നു. വന്നപ്പോഴത്തേന് വാതിൽ അടഞ്ഞു. അവർ പറഞ്ഞു, കർത്താവേ തുറക്കണമേ എന്ന് പറഞ്ഞു. അപ്പൊ അകത്ത് നിന്ന് കേട്ട ശബ്ദമാണ് ഇവരെ ഇരുത്തിക്കളഞ്ഞത്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ എനിക്ക് അറിയത്തില്ല. കുത്തിയിരുന്ന തല തല്ലിപ്പൊട്ടിച്ച് 5 കന്യകമാർ നിലവിളിച്ചു. എന്റെ പ്രാണനാഥന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാൻ അവന്റെ മണിയറയിൽ കിടക്കാൻ കഴിയാത്തതിന്റെ അസഹനീയമായ വേദന കൊണ്ട് അവര് തല തല്ലിപ്പൊട്ടിച്ചു നിലവിളിച്ചു. സ്തോത്രം. വരട്ടെ, ഇനി എൻ്റെ വിശദീകരണത്തിലോട്ട് പറഞ്ഞ് ഞാൻ ദൂത് പറഞ്ഞ് നിർത്തിയേക്കാം. 10 കന്യകമാർ മണവാളനെ എതിരേൽക്കാൻ റെഡിയായിട്ട് നിൽക്കുക. നിങ്ങൾ അതിൻ്റെ ഒരു സത്യം മനസ്സിലായി നിങ്ങൾക്ക്? 10 കന്യകമാരാ. 10 കന്യകമാരാ. ഈ 10 കന്യകമാരുടെ ലക്ഷ്യം എന്തുവാണ്? മണവാളൻ വരുമ്പോൾ അവരെ എതിരേൽക്കാൻ പോണം. മണവാളന്റെ കൂടെ ഇരുന്ന് ആഹാരം കഴിക്കണം. മണവാളൻ എന്ന് പറഞ്ഞാൽ യേശുവാ. അപ്പൊ ഈ 10 കന്യകമാരുടെ ലക്ഷ്യം യേശുവിനോടെ പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 10 ബുദ്ധിയില്ലാത്തവർ മറ്റവരെക്കാളും വലിയ പുള്ളികളൊന്നുമല്ല, പക്ഷെ ചിലയിടത്ത് അവർ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ബുദ്ധിയില്ലെന്ന് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇവര് 10 പേരുടെ യാത്ര തിരിച്ചു. ഞാനിപ്പോൾ വിശ്വാസം ഇറങ്ങിയിട്ട് 10-30 വർഷമായി. അന്ന് എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച പലരും ഇന്നില്ല. വിളക്കൊക്കെ കെട്ടെന്ന് അവരവരുടെ പണിക്ക് പോയി. വലിയ ആവേശത്തോടുകൂടി എന്നെ പോലും വിശ്വാസം ഇറങ്ങിയവരൊന്നും ഇപ്പം ഇല്ല. ഞാൻ സൗദി അറേബ്യ ചാൽമത്തിയ തുടങ്ങുമ്പോൾ എൻ്റെ ഭാര്യ എനിക്ക് നമ്പർ അയച്ചു തന്നു. അപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്ററുടെ നമ്പറാണ്. എനിക്ക് ആ വീട് അറിയത്തില്ല. അലക്സ് എന്ന് പറയുന്ന ആള്. ഞാൻ പുള്ളിയെ വിളിച്ചാൽ പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഞാൻ ബ്രദർ എനിക്കറിയാം എവിടാന്നറിയാം. പുള്ളി വന്ന് ആ വാതിക്ക് എന്നിട്ട് പറഞ്ഞു, ദൂണ്ടിൽ അതാ പാസ്റ്ററുടെ വീടെന്ന് പറഞ്ഞു. ആ പുള്ളിക്കാരൻ എന്നെ ചൂണ്ടിക്കാണിച്ച് ഞാൻ അകത്ത് കയറി. പുള്ളി ഇതുവരെയായിട്ടും അകത്ത് കയറിയിട്ടില്ല. സ്തോത്രം പറ. ഞാൻ പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ ഇംഗ്ലീഷിൽ പ്രശ്നം, എനിക്കത് പറ്റാത്തതുകൊണ്ടോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ഞാൻ എന്ത് വന്നാലും ഇന്ന് മിണ്ടത്തില്ലെന്ന് പറഞ്ഞ് മരുന്ന് കുടിച്ചിട്ട് വന്നിരിക്കുന്ന ലക്ഷണമാണ്. എന്ത് വന്നാലും ഞാൻ എൻ്റെ വാ തുറക്കുന്നില്ല മാസ്റ്ററെ, അതിനുള്ള മരുന്ന് ഞാൻ ഗുളിക തിന്നിട്ടാ വന്നതെന്നുള്ള ലക്ഷണത്തില ഇരിപ്പ്. പക്ഷേ എഴുന്നേൽപ്പിച്ചിരുത്ത ദൈവത്തിന് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടൊന്ന് ഉഷാറായിക്കുക. സ്തോത്രം. ഇവരുടെ പ്രശ്നം നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് വരുന്ന നിങ്ങൾക്കുള്ള മെസ്സേജാണ് ഇത്. അപ്പോൾ ഇവര് മണവാളന്റെ വരവിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് ബുദ്ധിയില്ലാത്തവർക്ക് മനസ്സിലായി, എടാ നമ്മുടെ വിളക്ക് കെടാൻ പോവാ. ഇനി എപ്പോഴാ മണവാളം വരുന്നതെന്ന് ആർക്കറിയാം? പാതിരാത്രി ആകുന്നതേ ഉള്ളൂ. ഇവർ 5 എണ്ണം അങ്ങോട്ട് നോക്കിയപ്പോൾ അവരുടെ വിളക്ക് കത്തുന്നുണ്ട്. ഒരു കയ്യിൽ എണ്ണയുണ്ട്. സ്തോത്രം. നല്ല രീതിയിൽ ആ വിവരമുള്ള പെണ്ണുങ്ങൾ പറഞ്ഞ, എടി പെണ്ണെ, എടി സഹോദരി, ഒരു കന്നാസിനകത്ത് കുറച്ച് എണ്ണയൊക്കെ എടുത്തോ. എപ്പോഴാണ് ആൾ വരുന്നതെന്ന് അറിയത്തില്ല, എത്ര നേരം നമുക്ക് നടക്കണമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് കന്നാസിൻ്റെ അത് കൊച്ചമ്മ വിചാരിച്ച് ഇനി കന്നാസൊക്കെ പിടിച്ചതിന് എന്തിനാ പോന്നേ, നാണക്കെട്ട പരിപാടി. കന്നാസിൻ്റെ ഒന്നും ബുദ്ധിയില്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഈ ബൈബിളൊക്കെ ഒന്ന് പിടിച്ച് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷ്യ, ഏതാണ്ട് വേണ്ടാത്തത്തെ പിടിച്ച രീതിയാണ്. അത് ബാഗിൻ്റെ അകത്ത് കയറ്റി ഒതുക്കി. സ്തോത്രം. ഞാനൊരു പ്രാവശ്യം എൻ്റെ വീടിൻ്റെ അവിടുന്ന് വിശ്വാസത്തിലൊക്കെ വന്ന സമയത്ത് ഞാനിങ്ങനെ ബൈബിൾ പിടിച്ച് ഞാനും എൻ്റെ ഭാര്യയും കൂടെ മുമ്പ് ജെയിംസ് ബ്രദർ പറഞ്ഞ ആ ബാബു ബ്രദറിൻ്റെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് വന്നാൽ അവിടേക്കുള്ളൂ പ്രാർത്ഥനയ്ക്ക് പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഇൻറ്റിമേറ്റ് ഫ്രണ്ടുണ്ട്, വിൽസൺ കുട്ടി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവിടെ റേഷൻ കട നടത്തുന്നത്. ഇപ്പോഴും ആ റേഷൻ കടയുണ്ട്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഈ വിൽസൺ കുട്ടി തമാശ പറയുന്ന ഒരാളാണ്. സ്പോട്ടിൽ തമാശ പറയും. ആ സമയത്ത് അനുസരിച്ച് തമാശ പറയുന്ന ഒരാളാണ്. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ആ കടയിൽ വരുന്ന
ഒരു പയ്യനെ കൂട്ടിക്കൊണ്ട് പറഞ്ഞു, തോണ്ടടോ അവനും അവളും കുറുക്കനെ ഓടിക്കാൻ പോകുന്നെന്ന്. അതും മനസ്സിലായില്ല. എന്നാൽ ഞാൻ പ്രസംഗം നിർത്താൻ പോവാ. തോണ്ടടാ അവനും അവളും കുറുക്കനെ ഓടിക്കുന്ന കൈ. അയ്യോ, നിങ്ങൾ ഈ കേരളത്തിനുള്ളവരല്ലയോ ജെയിംസ്? ഇവർ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവരിന്ന് ഈ കാക്ക നിങ്ങളെങ്ങനെ ഓടിക്കുന്നത്? കൈയൊക്കെ അടിച്ചൊക്കെ ഇല്ലയോ? അപ്പൊ തോണ്ടടാ അവനും അവളും കൂടെ കുറുക്കനെ ഓടിക്കാൻ പോകുന്നത്. അപ്പൊ പറഞ്ഞ സത്യമാണ്. എൻ്റെ ആന്തര അവയവങ്ങളെ തിന്ന് തീർക്കാൻ വന്ന കുറുക്കനെ മൊത്തം എണ്ണത്തിന് ഞാൻ കൈ അടിച്ച് ഓടിച്ചു. അടുത്തത് പറഞ്ഞ ജെയിംസിന് കത്തും. ആ പുള്ളി ഇപ്പൊ ഇല്ല ഭൂലോകത്ത്. വർഷങ്ങൾക്ക് മുമ്പേ ആന്തര അവയവങ്ങൾ മുഴുവനെ ശത്രു കാർന്ന് നിന്ന് പുള്ളി ലോകം വിട്ടുപോയി. ഇന്ന് നീ അടിക്കുന്ന ഓരോ കയ്യടി ഉണ്ടല്ലോ, നാളത്തെ നിന്റെ നിലനിൽപ്പാണത്. ഇന്നത്തെ ഓരോ ആരാധനയുണ്ടല്ലോ, അത് നാളത്തെ നിന്റെ ജീവനാണെന്ന് മറന്നുപോയത്. സ്തോത്രം. അപ്പോ 5 സിസ്റ്റർമാർ എടി നീ ഇച്ചിരി എണ്ണ കയ്യിലെടുക്ക്. അവരൊരു പിന്നെ ഇനി കന്നാസ് തൂക്കിക്കൊണ്ട് നടക്കാൻ പറ്റും, എവിടെ ചെന്ന് തീരും എന്തോ ആർക്കറിയാം. അവർ ഓക്കെ, ഇവര് നാണമില്ലാത്ത ബുദ്ധിയുള്ള 5 എണ്ണം കന്നാസില്ലാത്ത എണ്ണ. അന്ന് കന്നാസ് ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞാണേ. പാത്രം എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ കന്നാസ് കൊടുത്തോണ്ട് ഇങ്ങനെ പോയി ഏകദേശമൊക്കെ ഒരു പാതിര സമയം ആയിക്കഴിഞ്ഞപ്പോൾ എണ്ണ എടുക്കാത്തവരുടെ വിളക്ക് ചെറുകെ കരിന്തിരി കത്താൻ തുടങ്ങി. ഇങ്ങനെ വരും പോകും. അപ്പുറം ചങ്ക് വെട്ടിപ്പോയി. ഉദ്ദേശിച്ചിറങ്ങിയ ആളൊട്ട് വന്നുമില്ല. ഇവിടെ വിളക്ക് കെടാൻ പോകുന്ന ഒഴിക്കാനൊട്ട് എണ്ണയുമില്ല. സ്തോത്രം. അപ്പൊ ഇവർ വളരെ ദയനീയമായിട്ട് പറഞ്ഞു, എടി ഏലിയാമ്മേ, ശകലം എണ്ണ എനിക്ക് താടി. ഏലിയാമ്മ ഭയങ്കര മിടിക്കുക. അവര് പറഞ്ഞു, അമ്മാമ്മ നമ്മുടെ പണി നോക്ക്, ഞാൻ എടുത്ത് അങ്ങോട്ട് വന്നപ്പോൾ എനിക്കും ഇല്ലാതാകും നിങ്ങൾക്കും ഇല്ലാതാകും, അതുകൊണ്ട് തരത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, എണ്ണ കിട്ടുന്നിടത്ത് പോയി വാങ്ങിച്ചോളാൻ പറഞ്ഞു. അമ്മാമ്മ ഒരൊറ്റ പോക്കാണ് പന്തളം ജംഗ്ഷനിൽ നിന്ന് ആ തിരുവല്ലയിലോട്ട് പോകുന്ന വഴിയിലോട്ട് 2-3 കിലോമീറ്റർ എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ അങ്ങാടി കട ഉണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് 2 ലിറ്റർ എണ്ണയും മാറ്റി തിരിച്ചു വന്നപ്പോഴാണ് സംഭവം നടന്നത്. ഇവർ എണ്ണ വാങ്ങിക്കാൻ പന്തളത്ത് എത്തിയപ്പോഴേ മണവാളം വന്നു. ഈ മണവാളന്റെ ഒരു സ്വഭാവം വന്നാൽ പിന്നെ എല്ലാം സ്പീഡാണ്. ഏതൊരു പടത്തിൻ്റെ രജനീകാന്ത് പറഞ്ഞില്ല, ഞാൻ ഒരു വട്ടം പറഞ്ഞാൽ 100 വട്ടം എന്നങ്ങനെ സംഭവില്ലയോ? പറ ബാബു ബ്രദർ, ബാബുവിനെ അറിയാം, ആ ഇരിപ്പ് കണ്ടാലും അറിയാം. എന്താ പറഞ്ഞേ എന്തായാലും ആയിപ്പോട്ടെ. ഞാൻ ഒന്ന് ചൊല്ലിയാൽ 100 വട്ടം ചൊല്ലി, അതായത് ഒന്ന് പറഞ്ഞാൽ 100 വട്ടം പറഞ്ഞ പോലെ വന്ന്. യേശു വന്നാൽ പിന്നെ എല്ലാം സ്പീഡാ. പിന്നെ എണ്ണയോ വിളക്കോ ഒന്നുമില്ല, സമയമില്ല. മണവാളം വന്നു, വചനം പറയുന്നു, ആർപ്പ് വിളി കേൾക്കുന്നു, കാഹളനാദം കേൾക്കുന്നു, ആൾക്കാർ പറയുന്നു മണവാളം വരുന്നു. ഇവരാ വിളക്ക് താങ്ങി പിടിച്ച് മണവാളനെ എതിരേറ്റു. മണവാളൻ കൈക്കരി വെച്ചിട്ട് പറഞ്ഞു, കേറി വാ. അവരെ പിടിച്ച് എന്താണ് ആ വിരുന്നശാലയ്ക്കകത്തോട്ട് കരം പിടിച്ച് കയറ്റി. പെട്ടെന്ന് ഡോറടഞ്ഞു. ബുദ്ധിയില്ലാത്തവരെന്തിയെ ഡോർ അടഞ്ഞിട്ട് എണ്ണ തിരക്കി നടക്കുക. ആമേ, എണ്ണ. അങ്ങനെ എണ്ണയുമായിട്ടൊക്കെ വന്നപ്പോൾ തന്നെ അകത്തിരുന്ന് അവർ ആഹാരത്തിൻ്റെ പകുതിയൊക്കെ കഴിഞ്ഞ് ആ ചിക്കൻ കാലിൻ്റെ അവസാനത്തെ പിടിയൊക്കെ പിടിച്ച് അതൊന്ന് നോക്കി ഒരു ഇച്ചിരിയുടെ ദശയൊക്കെ ഇരിക്കുന്നതിനോട് ഒന്നുകൂടെ ഒന്ന് കടിച്ചു പറിച്ച് അതിൻ്റെ ആ ചിക്കൻ കാലിൻ്റെ മണ്ടയ്ക്കുണ്ട് മുഴങ്ങിയായിട്ടിരിക്കുന്ന മുട്ട് അച്ഛൻ സോഫ്റ്റ്, അതൊക്കെ ഒന്ന് കടിച്ചു തിന്നിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഭയങ്കര നിലവിളി, കർത്താവേ വാതിൽ തുറക്ക്, ഞങ്ങളിതാ എണ്ണയുമായിട്ട് വന്നു, ഞങ്ങളുടെ വിളക്ക് കത്തുന്നുണ്ട്. അപ്പോൾ ദൈവം കൊടുത്ത മറുപടി സത്യമായിട്ട് പറയാ, നിങ്ങളെ എനിക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് കേൾക്കാൻ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ ആ ദൂതിലോട്ട് വരുന്നതേ ഉള്ളൂ. അത് കേൾക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും, നിങ്ങളെ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞ കേൾക്കാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ കൊട്ടും പാട്ടൊക്കെ ഇവിടെ അവസാനിപ്പിച്ച് എനിക്ക് നല്ലൊരു സല്യൂട്ടും തന്ന് ഇറങ്ങിപ്പോയിക്കും. ഇന്ന് കൊണ്ട് ഈ പ്രാർത്ഥനയെല്ലാം അവസാനിപ്പിച്ചേരെ. സ്തോത്രം. കാര്യമില്ല, ഇരുന്നിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, നിങ്ങളെ എനിക്കറിയത്തില്ല. ഇവിടെ എന്താ പറ്റിയെന്ന് പറയാം, ഒത്തിരി സംസാരിക്കാണ്ട്, എന്നാലും ആ ചുരുക്കം പറഞ്ഞങ്ങ് നിർത്താം. വിളക്ക് എന്താണ് വിളക്കിനെ ഉദ്ദേശിക്കുന്നത്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയായിട്ടും വർഷങ്ങളായിട്ട് ഈ മെസ്സേജൊക്കെ കേൾക്കുന്ന ഈ വിളക്ക് എന്താണെന്ന് ഇതുവരെയായിട്ട് ആർക്കും അങ്ങനെ പിടികിട്ടിട്ടൊന്നും ഇല്ല. ആ ഇരിപ്പ് കണ്ടാൽ എനിക്കറിയാം പാസ്റ്റർ ആ വിളക്ക് എന്തോ പറയാൻ പറ്റും, അത് കേൾക്കാൻ വേണ്ടി അതിനെ പിടിക്കാൻ വേണ്ടി ഇരിക്കുക. ആ മുഖഭാവം എനിക്ക് കണ്ടറിയാം. അവൻ എണ്ണ എന്തോ ആണെന്നുള്ളത് പിടികിട്ടാത്തവരുണ്ട്. ഏതാണ്ടൊക്കെ പുകമറ പോലെ അറിയാം. പെറ്റ് വീണ കാലം മുതൽ അച്ഛന്മാർ പ്രസംഗിക്കും, നമ്മൾ കേൾക്കുന്നില്ലയോ? പക്ഷേ ഇതുവരെയായിട്ടും വിളക്കും എണ്ണയും മനസ്സിലാകാത്ത ടീം ഇതിൻ്റെ അകത്തിരിപ്പുണ്ട്. സങ്കടം തോന്നല്ലേ ആർക്കും?
പ്രൈസ് ലോർഡ്. എന്നാ പറയാ, വിളക്ക് നിന്റെ പ്രത്യാശയാണ്. വിളക്ക് നിന്റെ പ്രത്യാശയാണ്. വിളക്ക് പ്രത്യാശയാണ്. എണ്ണ നിന്റെ ആത്മ. ആ പ്രത്യാശയുടെ വിളക്കിനെ കത്തിക്കുന്നതിന്റെ ആത്മനിറവാണ്. ആത്മനിറവ്. ഈ ആത്മനിറവ് എവിടുന്ന ഉണ്ടാകുന്നതെന്നറിയാമോ? ആരാധനയിൽ കൂടെ. ആരാധനയിൽ കൂടെ. അതുകൊണ്ടാണ് സാത്താൻ പറഞ്ഞ്, എന്നെ ഒന്ന് ആരാധിക്കാമോ നിനക്ക്? ഇത് മുഴുവൻ, ഈ ലോകം മുഴുവൻ നിനക്കിയാ തരാ, എല്ലാം വെച്ച് നിനക്കിയാ തരാ. എന്നെ ഒന്ന് ആരാധിക്കാമോ, ഒന്ന് നമസ്കരിക്കാമോ? ആരാധന നിന്റെ ആത്മനിറവാണ്. ആരാധന നിന്റെ ആത്മനിറവാണ്. ഈ ആരാധന ഉണ്ടെങ്കിലേ പ്രത്യാശയുടെ വിളക്ക് കത്തി നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ 10 വർഷം കഴിയുമ്പോൾ, 20 വർഷം കഴിയുമ്പോൾ നിന്റെ യാത്ര അവസാനിക്കും. നീ പിന്മാറ്റത്തിൽ പോകും. അത് ഉറപ്പാണ്. നമ്മളെല്ലാം ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം യേശുവിന്റെ കൂടെ ജീവിക്കണമെന്ന്. ആ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്, നിത്യതയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. നിത്യത വരെ നിനക്ക് ഓടാനുള്ള ഇന്ധനം നിന്റെ ആരാധനയാണ്. ഗോദറേജിന്റെ പൂട്ടിയാ ഞാൻ എൻ്റെ കയ്യും കാലും കൊണ്ടുവന്നേക്കുന്ന പാസ്റ്റേ. ഇതൊന്നും പറഞ്ഞാലൊന്നും ഞാൻ അനങ്ങാൻ പോകുന്നില്ല. അനങ്ങണ്ട. സ്തോത്രം. ആത്മനിറവുള്ളവന്റെ പ്രത്യാശ യേശുവിന്റെ രണ്ടാമത്തെ വരവ് വരെ അത് കത്തി നിൽക്കും. ബുദ്ധിയുള്ള മനുഷ്യൻ ആരാധിക്കും. ബുദ്ധിയുള്ള മനുഷ്യൻ എല്ലാം വിട്ടുകളഞ്ഞിട്ട് ആരാധനയ്ക്കകത്ത് കടന്നു വരും. കാരണം അവൻ അറിയാം, എനിക്ക് ആത്മനിറവില്ലെങ്കിൽ എന്റെ പ്രത്യാശയുടെ വിളക്ക് കാണും. ആ പ്രത്യാശയുടെ വിളക്ക് കണ്ടാൽ യേശുവിന്റെ കൂടെ ജീവിക്കാൻ, ആ വിരുദ്ധശാലയ്ക്കകത്ത് കടക്കുവാൻ എനിക്ക് കഴിയില്ല എന്ന് അവനറിയാം. സ്തോത്രം. ഞാൻ ബുദ്ധിയുള്ള കന്യകയാണ്. ഞാൻ ബന്ധത്തിനും സ്വന്തത്തിനും കല്യാണത്തിനും ചാക്കാലയ്ക്കൊക്കെ അപ്പുറമായി ഞാൻ വില കൊടുക്കുന്നത് ആരാധനയ്ക്കാണ്. ഞാൻ എൻ്റെ സത്യം ഞാൻ പറയട്ടെ, എൻ്റെ ഹൃദയം എടുത്ത് നിങ്ങളെനിക്ക് കാണിക്കാൻ പറ്റുന്നൊരു സിസ്റ്റം ഉണ്ടായിരിക്കും, ഞാൻ അത് കാണിച്ചേനെ. എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് എപ്പോഴും എൻ്റെ വാഞ്ചന, എൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കണമെന്നുള്ളതാണ്. സ്തോത്രം, സ്തോത്രം. എൻ്റെ ആത്മാവിന് നിറവുണ്ടായിരിക്കണമെന്നാണ്. എൻ്റെ അപ്പ, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട എൻ്റെ കർത്താവേ. എനിക്ക് 2 നില വീട് വേണ്ട, എനിക്ക് ഓടിക്കാറ് വേണ്ട. പക്ഷേ എൻ്റെ തപ്പം വരുന്നിടം വരെ നിനക്ക് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുക. എൻ്റെ പ്രത്യാശയുടെ വിളക്കിൻ്റെ അകത്ത് ഒഴിക്കുവാനുള്ള ആത്മനിറവിന്റെ എണ്ണ വറ്റിപ്പോയിരുന്നപ്പോ ഞാൻ സത്യം പറയട്ടെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുമ്പോഴും അതിൻ്റെ ഏതാണ്ടൊക്കെ ഒരു ഭാഗം ദേവദാസനിവിടെ പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി. സഹോദര, ആത്മനിറവുള്ളവൻ്റെ ഹൃദയം ലോലമായിരിക്കും. യേശുവേ എന്നൊരു വിളി കേട്ടാൽ അവൻ്റെ രക്തം തിളയ്ക്കും. യേശുവേ എന്നൊരു വിളി കേട്ടാൽ അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. കാരണം അവൻ ആത്മനിറവുള്ള മനുഷ്യനാണ്. അവൻ ആത്മനിറവുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ബുദ്ധിയില്ലാത്തവരെന്താ ചെയ്തത്? 10 പേര് കന്യകമാരാണ്. ഒരു പുരുഷൻ തൊട്ട് അശുദ്ധമാക്കാത്ത 10 കന്യകമാർ. അവർക്കും ആഗ്രഹം യേശുവിനെ കാണുന്നു. പക്ഷേ ആത്മനിറവിന്റെ ആരാധന അവരില്ലാതാക്കി കളഞ്ഞു. ഹല്ലേലൂയ. ആരാധന എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. സദ്യ ഉണ്ടാകാൻ പോയവനും ശാക്കാലയ്ക്ക് പപ്സടിക്കാൻ പോയവനും തല തല്ലി കരഞ്ഞ എന്റെ കർത്താവേ, എങ്ങനെങ്കിലും അത് തുറന്നതാ. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. തമ്പുരാൻ പറയും, രക്ഷയിൽ അടഞ്ഞത് അടഞ്ഞു, അടച്ചത് കർത്താവാണെങ്കിൽ തുറക്കാൻ. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇനിയും ആരാധിച്ച് ആത്മനിറവ് ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് വെച്ച ടൈം അവസാനിച്ചു. ഞാൻ പറഞ്ഞു നിർത്തട്ടെ പ്രിയമുള്ളവരെ, നിങ്ങളുടെ ടൈം അവസാനിക്കാൻ സമയമായി. യേശുവിൻ്റെ വരവടുത്തു കഴിഞ്ഞു. കാഹളനാദം കേൾക്കാൻ സമയമായി. ഇന്ന് കാണുന്നവരൊക്കെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഒരകല്ലിൽ നിന്ന് അരച്ചവരാ. അടുത്ത നിമിഷത്തെ ഒരാളെ കാണാൻ പറ്റുന്നില്ല. എന്തു പറ്റി? യേശു എടുത്തുകൊണ്ട് പോയി. വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവരാ ഒരു കൂട്ടം ജനം.
പെട്ടെന്ന് നോക്കിയപ്പോൾ കുറച്ചെണ്ണത്തിനെ കാണുന്നില്ല. എന്തു പറ്റി? യേശു എടുത്തുകൊണ്ട് പോയി. ഇന്നു കാണുവരെല്ലാം നാളെ ഉണ്ടാകുമോ? നാളെ നാളുകൾ നാഥൻ കരത്തിലല്ലോ. ദൈവമേ നിൻ കൃപ, ദൈവമേ നിൻ കൃപ, ദൈവമേ നിൻ കൃപ, ദൈവമേ നിൻ കൃപ. ക്രിസ്തുവിൽ മരിച്ചോരേ, ക്രിസ്തുവിൽ വളർന്നോരേ, ക്രിസ്തുവിൽ ജീവിപ്പോരേ ഭഗവാൻ. യേശുവിലൂടെ ജീവിക്കണമോ? ഒറ്റ വഴി, സ്നാനപ്പെട്ട് കർത്താവിനെ സ്വീകരിക്കുക. നിനക്ക് ഇതിൻ്റെ അകത്തുനിന്ന് രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല. ബുദ്ധിയുള്ളവർ 1000 വട്ടം പറഞ്ഞതാ, കുഞ്ഞെ ആത്മനിറവുണ്ടാക്കിക്കോ. നിന്റെ പ്രാർത്ഥന കൊണ്ട് മാത്രം നിനക്ക് പോകാൻ പറ്റത്തില്ല. ആദ്യമേ രക്ഷകനെ കർത്താവായി സ്വീകരിക്കുക. ഈ കർത്താവായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ആത്മനിറവുണ്ടാകും. അല്ലാതെ അമ്മാച്ചൻ കാണും, അമ്മാവി കാണും, അപ്പനറിയും, വീട്ടുകാരറിയും, നാട്ടുകാരറിയും, സമുദായം അറിയും എന്ന് പറഞ്ഞ് സ്നാനപ്പെടാതെ മാറി നിൽക്കുന്ന കൊച്ചമ്മേ, കഥ പടച്ചാൽ നിനക്ക് എവിടെയാ രക്ഷ?